ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മാറ്റ്നി ഫ്രീ വെബിനാറിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം. എന്നും പ്രാധാന്യമുള്ള വിഷയമാണ്, ഇന്ന് മാത്രമല്ല എപ്പോഴും പ്രാധാന്യമുള്ള അഡോളസൻസിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ബിബി ഡൊമിനിക്, കൗൺസിലറും സൈക്കോളജിസ്റ്റുമാണ്. സ്വദേശം ഭരണങ്ങാനമാണ്, പക്ഷെ ഇപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ്. ഒരു ക്ലിനിക്ക് നടത്തുന്നു. സൈക്കോളജി ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള അനേകം ക്ലാസ്സുകൾ എടുക്കുന്ന ബിബി ഡൊമിനിക് മാഡത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സാബു സർ, നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു സോ മച്ച് നല്ല വാക്കുകൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സുന്ദരമായ വൈകുന്നേരത്തേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും പതുക്കെ ഒരു 14 വയസ്സിലേക്ക് മടങ്ങാം. ഒരു മിനിറ്റ് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് നമ്മളുടെ ആ സ്കൂൾ മുറ്റത്തെ വരാന്തയിലേക്ക് ഒന്ന് കടന്നില്ല. അവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ കൂട്ടുകാരുണ്ട്, അധ്യാപകരുണ്ട്. സ്കൂളിലെ മനോഹരമായ കാഴ്ചകൾ, കളികൾ, ചിരികൾ, തമാശകൾ. സ്കൂളിൻ്റെതായ ഒരു യൂണിഫോം ഉണ്ട് ഓരോ സ്കൂളിനും, അല്ലെ? വെള്ളയും നീലയും ആകാം, പച്ചയും ക്രീമുമാകാം, മെറൂണും ക്രീമുമാകാം, അങ്ങനെ ബ്ലാക്കും വൈറ്റും ആകാം. അതൊക്കെ തേച്ചണിഞ്ഞ് നല്ല മിടുക്കരായി സന്തോഷത്തോടെ നിൽക്കുന്ന കുട്ടികൾ. എത്ര വർണ്ണാഭമാണല്ലേ, ബട്ടർഫ്ലൈസ് പോലെ. കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, ജീവിതത്തിന്റെ ഭാരങ്ങളൊന്നുമില്ല. വളരെ സന്തോഷകരമായ ദിവസങ്ങൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മുടെ കൗമാര കാലഘട്ടത്തെ കുറിച്ച് ഷെയർ ചെയ്യാൻ? അതിൻ്റെതായ സന്തോഷങ്ങളോ ഔസ്മരണീയമായ ഓർമ്മകളോ? നല്ല കൂട്ടുകെട്ടുകള്, നല്ല ടീച്ചേഴ്സ്. പാലായില് ജൂൺ ജൂലൈയിലൊക്കെ ആഗസ്റ്റിലൊക്കെ നല്ല മഴയായിരിക്കും. മീനച്ചിലാറ് കരകവിഞ്ഞ് വരും. കരകവിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഒരു ഉച്ചയാറാകുമ്പത്തിന് ഞങ്ങളെ പറഞ്ഞു വിടും. അപ്പം കൊട്ടാരമറ്റത്തിന്റെ ആ ഭാഗത്തൂടെ വെള്ളത്തിൽ കൂടെ ഒരു പോക്കുണ്ട്. അരയ്ക്ക് മുകളിൽ വെള്ളം കാണും. ഈ വെള്ളപ്പൊക്കം പാലായെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കം ഒരു ആസ്വാദനമാണ്. വെള്ളപ്പൊക്കത്തിന്റെ വെള്ളപ്പൊക്കം ഒരു ആഘോഷമാണ് അവിടെ. ഇപ്പൊ ഇരിക്കുന്ന പാലാ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നില്ല, മറ്റേ കൊട്ടാരമറ്റ സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വെള്ളത്തിലായിരിക്കും. അപ്പൊ അവിടെ ഈ റോഡിൽ വെള്ളം കാണും, റോഡിൽ മുട്ടോളം വെള്ളമൊക്കെ കാണും. അന്നേരം വിടുള്ളൂ, അതുവരെ ക്ലാസ് വിടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓടിപ്പോയി ആറ്റിന്റെ അവിടെ പോയി നോക്കും, വെള്ളം ഇടം വരെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചെറുപ്പകാലത്ത് ഭയങ്കര, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മീനച്ചിലാറ് വള്ളത്തേല് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത് ഓർക്കുമ്പോൾ പേടിയാ, നിറഞ്ഞു കിടക്കുന്ന വെച്ചാൽ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയത്തൊക്കെ. അന്നൊക്കെ ആ ധൈര്യം ഉണ്ടായിരുന്നു. വളരെ ഓർമ്മകളുണ്ട്. പൊട്ടിന്നില്ല ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ കുറെ പറയും, അതുകൊണ്ട് മതി. സർ, ഈ മഴയും വെള്ളപ്പൊക്കവുമായി എനിക്കുമുണ്ട്. ഞാനും ഭരണങ്ങാനം സ്കൂളിലാണ്. പട്ടോളിക്കടവ് കടന്ന് പോകുന്ന കാര്യം ഇപ്പോഴും ഓടിക്കുന്നു. ആ വെള്ളത്തിൽ ഇങ്ങനെ ആടി ഉലഞ്ഞു പോകുന്നത് നമ്മുടെ മനസ്സൊന്ന് ആ സമയത്തൊന്ന് പേടിക്കും. പക്ഷെ വീട്ടിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരുടെ പിന്തുണയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ അക്കരെ എത്തിച്ചേരും. ഇക്കരെ നിന്ന് അക്കരയ്ക്കൊരു യാത്ര എന്ന് പറഞ്ഞ പോലെയാണ് ഈ അഡോളസൻസും. ശൈശവ കാലത്തിൽ നിന്ന്
നമ്മുടെ വളർച്ചയിലേക്കുള്ള അഡൽഹുഡിലേക്കുള്ള ഒരു യാത്രയാണ്. അതിന്റെ മധ്യേ നമ്മൾ ഒരു വള്ളത്തിൽ കയറിയിരിക്കുന്ന ഒരു ചെറിയ പ്രതീതി. വലിയ വെള്ളപ്പൊക്കമൊന്നുമില്ല, എങ്കിലും ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകളും ഒരു ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ അങ്ങനെ നമുക്കങ്ങ് സങ്കല്പിച്ച് മുന്നോട്ട് പോവുകയാണ്. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അഡോളസൻസ് എ ടേണിംഗ് പോയിന്റ് എന്നാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞതുപോലെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്ക്, കുട്ടിയിൽ നിന്നും വലുതാകലിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്. അതൊന്ന് കടന്നപ്പുറത്തെത്തുക എന്നുള്ളതാണ്. കുട്ടിയായി കഴിഞ്ഞു, ആ ഒരു ടീനേജേഴ്സ് ആയി കഴിയുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ മോളോട്, പ്രത്യേകിച്ച് എസ്പെഷ്യലി എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. രണ്ടാമത്തെ മോളോട് അവളെ ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ ഞാൻ പറയും, എടി ഇത് ചുരിദാർ എപ്പോഴും ഇടണോ? 15 വയസ്സാണ്, എപ്പോഴും ഇടണോ? അമ്മമാരൊക്കെയാണ് ചുരിദാർ ഇടുന്നത്, നീ മിഡി ടോപ്പ് ഫ്രോക്ക് ഒക്കെ ഇട്ടാൽ മതി. പിന്നെ അമ്മയുടെ വിചാരം ഞാൻ ഇപ്പോഴും കുഞ്ഞാന്നാണ്, പിന്നെ കൊച്ചു കുട്ടികളല്ലേ ഇപ്പൊ ഫ്രോക്ക് ഒക്കെ ഇടുന്നത് എന്നവള് പറയും. അപ്പോൾ ആ ഒരു ഏജിൽ എത്രയും പെട്ടെന്ന് നമ്മൾ മച്ചുവർ ആകാനുള്ള, വലുതായി കാണിക്കാനുള്ള ആ ഒരു ത്വരയുണ്ട് കുട്ടികളിൽ. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒരുപാട് ഇന്റേണൽ കോൺഫ്ലിക്ട്സും എല്ലാം അവരുടെ ജീവിതത്തെ ഉടനീളം പിന്നീട് അവരെ ആരാക്കി തീർക്കുന്നു എന്നുള്ളത് ആ ഒരു ടേണിംഗ് പോയിന്റ് ആണ് അഡോളസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അഡോളസൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കുട്ടിക്കാര്യങ്ങൾ നോക്കാം. 0 to 2 years ഇൻഫൻസി ആണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻഫൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ്, ട്രസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ അമ്മയോടും അച്ഛനോടും പേരൻസിനോടും അല്ലെ പ്രൈമറി കെയർ ഗിവേഴ്സിനോടും ഉണ്ടാകുന്ന ബോണ്ടിങ്, കെയറിങ്, ആ സ്നേഹം, അത് പേരൻസിൽ നിന്ന് കിട്ടുന്ന ഈ വക കാര്യങ്ങളെല്ലാമാണ് നമ്മൾ അറ്റാച്ച്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിന് കെയറിങ്ങും സ്നേഹവും ബോണ്ടിങ്ങും ശ്രദ്ധയും എല്ലാം കിട്ടി വളരുന്ന കുട്ടി നല്ല ഒരു അറ്റാച്ച്മെന്റ് ഉള്ള, നല്ലൊരു കോൺഫിഡൻസ് ഉള്ള കുട്ടിയായി അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ട്രസ്റ്റ്, ഈ സ്നേഹത്തിൽ നിന്നും അറ്റാച്ച്മെന്റിൽ നിന്നും കിട്ടുന്ന കോൺഫിഡൻസ് ആണ് കുട്ടിയെ മറ്റ് റിലേഷൻഷിപ്പ് വരുമ്പോൾ അത് ഉറച്ചതാണെന്നും താൻ സെക്യൂർ ആണെന്നുള്ളതും, ഈ റിലേഷൻഷിപ്പിലുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ കോൺഫിഡൻസ്, ആ ട്രസ്റ്റ് ആണ് ആ കോൺഫിഡൻസ് ഒരു കുഞ്ഞിന് നൽകുന്നത്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ്. കാരണം അവർ ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റൊരാളുടെ ആശ്രയം ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുക അസാധ്യമാണ്. അമ്മയുടെയും അച്ഛന്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയും കെയറിങ്ങും പരിപാലനവും ആവശ്യമാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മയുടെ സഹായം, പ്രൊട്ടക്ട് ചെയ്യാൻ, സെക്യൂരിറ്റി കൊടുക്കാൻ അച്ഛനുണ്ട്. എവിടെയാണെങ്കിലും വീഴാതെ നോക്കുവാനും എപ്പോഴും കുഞ്ഞിനെ സംരക്ഷിക്കുവാനും കുഞ്ഞിന്റെ ഏത് ആവശ്യങ്ങളും എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കുവാൻ ചുറ്റിലും എല്ലാവരുമുണ്ട്. അപ്പോൾ കുഞ്ഞെങ്ങനെ ഒരു കാര്യം പഠിക്കുന്നു, ഞാൻ എന്താഗ്രഹിക്കുന്നോ അത് അപ്പോൾ തന്നെ എനിക്ക് സാധിച്ചു കിട്ടുന്നു. അങ്ങനെ അത് ദിവസങ്ങൾ കൊണ്ട് എപ്പോൾ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒറ്റ കരച്ചിൽ, ഒരൊച്ച ഇട്ടാൽ മതി, ഉടനെ ആ കാര്യം സാധിച്ചു കിട്ടലായി. അങ്ങനെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇൻഫൻസിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒന്നാണ്. ഇങ്ങനെ ഇൻഫൻസിയിലൂടെ കടന്നു വന്ന് കുട്ടിയിൽ ചൈൽഡ്ഹുഡിലേക്ക് പ്രവേശിക്കുന്നു. ചൈൽഡ്ഹുഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും,
വളരെ ഏറ്റവും ആക്റ്റീവായിട്ടിരുന്ന കാലം ഏതാണ്? നമ്മുടെയൊക്കെ കുട്ടിക്കാലമാണ്. എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, എന്ത് ചെയ്യാനും എപ്പോഴും ഒരു മുൻപന്തിയിൽ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കും. എന്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ആയിരുന്നു ഞങ്ങൾ. പക്ഷെ എന്റെ നേരെ ഇളയതാണ് ഈ 2 ആങ്ങളമാരും. അവരുടെ കൂടെ എന്ത് ചെയ്യുവാനും ഏറ്റവും പെണ്ണാണെന്നൊന്നും ഓർത്ത് ഞാൻ മാറി നിൽക്കില്ല, എല്ലാത്തിനും മുന്നിട്ടിറങ്ങുമായിരുന്നു. കളിക്കാനാകട്ടെ, അല്ലെങ്കിൽ കളിയാക്കാനാകട്ടെ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനാകട്ടെ, അങ്ങനെ എല്ലാ കാര്യത്തിലും അവരുടെ ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു. എപ്പോഴും ആ ഒരു സന്തോഷം, ഒരുമിച്ചായിരിക്കുന്നതിന്റെ, ഒരുമിച്ചൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ സന്തോഷമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി, എപ്പോഴും ക്യൂരിയസ് ആണ് ചൈൽഡ്ഹുഡ്. എപ്പോഴും ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്കോരോ സംശയങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, അതെന്താണ് അമ്മേ, ഇതെന്താണ്, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കും ഓരോ കാര്യങ്ങള്, അല്ലെ, ഞാൻ ഇങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള അങ്ങനെ നിരവധി ആയിട്ടുള്ള സംശയങ്ങൾ. ഒരുപാട് ക്യൂരിയസ് ആണ് നമ്മൾ. കാണുന്ന എല്ലാത്തിനോടും, ബേർഡ്സിനെ കാണുമ്പോൾ അതിന്റെ പുറകെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല സംശയങ്ങളും സംശയ നിവാരണങ്ങളും, അത് ചിലതൊക്കെ നമുക്ക് അവിടെ തീർത്ത് കിട്ടാറില്ല. പിന്നെ ഓട്ടോണമി, സ്വയം ആയിട്ട് ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില കാര്യങ്ങളിലെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തത എത്തേണ്ട പ്രായമാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ പേരൻസ് അങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഒരു 5 വയസ്സായെങ്കിലും അവരുടെ സ്വന്തമായിട്ട് സെൽഫ് സഫിഷ്യന്റ് ആകാറില്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് കുട്ടികൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ബാത്തിങ്, കുളിക്കണം നന്നായി, അതുപോലെ ഡ്രസ്സ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഷൂ ധരിക്കാൻ അറിഞ്ഞിരിക്കണം, നന്നായി ഭക്ഷണം മേശയിലേക്ക് വീഴിക്കാതെ ക്ലീൻ ആയിട്ട് കഴിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് അറിഞ്ഞിരിക്കണം. അതിനുശേഷമാണ് സ്കൂളിലേക്ക് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഓട്ടോണമി, ഈ കാര്യങ്ങളിലെല്ലാം കുട്ടി സ്വയം പര്യാപ്തത നേടിയിരിക്കണം. അപ്പൊ ചൈൽഡ്ഹുഡ് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മറി ഉണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാൻ കേട്ടോ. ഞാൻ എന്റെ മെമ്മറി അല്ലാതെ നിങ്ങളുടെയൊക്കെ മെമ്മറികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓർമ്മകൾ. അല്ലെങ്കിൽ അടുത്ത സൈഡിലേക്ക് പോവാം. എന്റെ ഇന്നത്തെ അയ്യോ എന്ന് പറയുന്നത്, at the end of this session, almost all the participants will be able to say at least 5 factors that contribute in the development of adolescence. Adolescents are adorable എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ആ ടീനേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയായിരുന്നു? ഏറ്റവും സുന്ദരമായ അനുഭവങ്ങൾ. ഏറ്റവും സുന്ദരമായ നല്ല സ്വീറ്റ് മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു സമയം. എനിക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നല്ല ഓർമ്മകളാണ്. ഫാമിലിയിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും എല്ലാം ഒരുപാട് നല്ല നല്ല ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് മെമ്മറീസ് ഇരച്ചു കയറുന്നുണ്ട്. സ്കൂളിലാണെങ്കിൽ പോലും നല്ല കൂട്ടുകാർ, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എപ്പോഴും എന്റെ ഒരു കയ്യിൽ എന്റെ ലെഫ്റ്റ് കൈ അവക്ക് മാത്രം വേണമെന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ അമ്മയും അച്ഛനും ഒരുപാട് സ്നേഹവും കെയറിങ്ങും ഉള്ള, പിന്നെ 3 സിബ്ലിങ്സ്. അങ്ങനെ ആ ഒരു കാലഘട്ടം കളിക്കാൻ ഒരുപാട് കളിക്കൂട്ടുകാര്, ഒരുപാട് കസിൻസ്, തറവാടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒത്തിരി മനോഹരമായ ഒരു സമയമായിരുന്നു. വീണ്ടും തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു. എ പീരീഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. 13 to 19 years ആണ്. എന്നോടാണോ? 13 to 19 years ആണ് WHO അഡോളസൻസ് പീരീഡ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ലൈഫ് സ്റ്റൈലും അതുപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സും ഒക്കെ മാറിയപ്പോഴത്തേനും പണ്ടത്തെ ആ ഒരു 13 എന്നുള്ള ആ ഒരു കുറച്ചും കൂടി താഴേക്ക് വേണമെങ്കിലും കുട്ടികൾ
ആ ഒരു രീതിയിലേക്ക് 11, 12 ഒക്കെ ഇപ്പോൾ ആ ഗണത്തിൽ ചില ഇതിലൊക്കെ കാണുന്നുണ്ട്. എങ്കിലും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിരിക്കുന്നത് 13 to 19 ആണ്. ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 13 തൊട്ട് എൻഡ് ചെയ്യുന്നത് 19 വരെയാണല്ലോ. ഈ ഒരു സമയത്താണ്, ഈ സമയത്ത് എന്താണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു വലിയ ട്രാൻസിഷൻ സംഭവിക്കുന്നതാണ് ഈ പീരീഡില്. കുട്ടിയായിരുന്നു, ശൈശവത്തിൽ നിന്ന് കുട്ടിയായി വളർന്ന് ചൈൽഡ്ഹുഡ് വന്നു, അതിനുശേഷം അഡൽഹുഡിലേക്ക് പോകുന്ന ആ ഒരു പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഇക്കരെ നിന്ന് അക്കരേക്ക് എത്തുവാൻ എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഒരു നല്ല കോൺഫിഡൻസോടെ നല്ലൊരു പൗരനായി മുന്നോട്ട് പോകുവാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് തന്നെ 3 സ്റ്റേജ് ഉണ്ട്. ഏർലി, മിഡിൽ, ലേറ്റ്. 13, 14 വരെ ഏർലി സ്റ്റേജ് ആണ്. 15 to 17 മിഡിലും 18, 19 ലേറ്റ് സ്റ്റേജുമാണ്. ചെറിയ ചെറിയ ട്രാൻസിഷൻസ് ആണ് ഈ പേരിൽ. ഏർലി ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ചൈൽഡിഷ് ആയിരിക്കും. വീട്ടിലാവുമ്പോൾ കുറച്ച് കാര്യങ്ങളിൽ കൂടി അവർക്ക് കുറച്ചും കൂടി അവരുടെ തോട്ടൊക്കെ സ്വന്തമായിട്ട് കുറച്ചും കൂടി ഈഗോ ഒക്കെ ഇതാകാൻ തുടങ്ങും. അങ്ങനെയുള്ള സ്റ്റേജ്. ലേറ്റ് ആകുമ്പോഴത്തേനും ഏകദേശം ഒരു മച്വർ ലെവലിലേക്ക് വരുന്ന 19 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇമോഷണലി അവര് ഒരുപാട് സ്ട്രെക്ട് ആണ്. റാഷണൽ ബ്രെയിൻ ആ സമയത്ത് ഒരുപാട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലേറ്റ് പീരീഡ് ആകുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മച്വർ ലെവലിലേക്ക് വരുന്നതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്? ഫിസിക്കൽ ചേഞ്ചസ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു സമയത്ത്? ബോഡി ഷേപ്പ്, ബോഡി ഷേപ്പ് മാറും. ബോഡി സൗണ്ട് സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. കറക്റ്റ് ആണ്. ആരാ പറഞ്ഞത്? അടുത്തിന്റെ പേരെന്താ? ജിനു. ഇതോ ജിനു. ഓക്കെ മാഡം, താങ്ക് യു സോ മച്ച് ജിനുമ. ശരിയാണ്. ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പറഞ്ഞ പോലെ ഹൈറ്റ് ഒക്കെ പെട്ടെന്ന് ആൺകുട്ടികളാണെങ്കിൽ വളരെയധികം ഹൈറ്റ് ആ സമയത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നീ അങ്ങ് പെട്ടെന്ന് വളർന്നു പോയല്ലോടാ എന്ന് നമ്മൾ കേൾക്കും. പെൺകുട്ടികളാണെങ്കിൽ നീ വലിയ പെണ്ണായി പോയല്ലോ, അങ്ങനെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മുടി വളരും. പെൺകുട്ടികൾക്കാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു കുഞ്ഞിൽ നിന്ന് ഒരു സ്ത്രീയിലേക്കുള്ള പരിണാമങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. ആൺകുട്ടികൾക്കാണെങ്കിൽ മീശ വളരുന്നു, അതുപോലെ അവർക്ക് ഹെയർ ഗ്രോത്തുകൾ ഉണ്ടാവുന്നു, സൗണ്ട് വോയിസ് ചേഞ്ച് വരുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ സൗണ്ടിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. എന്റെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവന് ചേഞ്ച് ശബ്ദം അവനോട് നിന്റെ ശബ്ദം എന്താടാ തൊണ്ടിങ്ങനെ പിടിച്ച അങ്ങനെ ഒരു കളിയാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു കുറച്ചു പേർക്ക്. അങ്ങനെ പറഞ്ഞു അവന് മിണ്ടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായി, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അവൻ പതുക്കെ പുറകോട്ട് മാറും. അവനൊരു കോൺഫിഡൻസ് ആ ഒരു സമയത്ത് കുറഞ്ഞു വന്നു സംസാരിക്കാനും മറ്റുള്ളവരോട് ഇടപെടുന്നു. കാരണം അവൻ സംസാരിക്കുമ്പോഴത്തേന് ആ ഒരു സൗണ്ടിൽ നിന്ന് ഇടയ്ക്ക് ആ സൗണ്ട് ഭയങ്കര ബേസ് ഉള്ളതായിട്ട് വരും. അതിനുശേഷം അത് താന്നൊരു പെൺകുട്ടിയുടെ സൗണ്ട് പോലെ പോകും. അത് അവന് ഭയങ്കര കോംപ്ലക്സ് ആയിപ്പോയി. അത് അവന്റെ കുറെ നാളത്തേന് അവന്റെ സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം ബാധിച്ചു. അവന് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇടപെടാൻ ബുദ്ധിമുട്ടായി. അവനൊരു മൂലയിലേക്ക് ഒതുങ്ങി കൂടുന്നു. പിന്നെ ആ ഒരു സൗണ്ട് മാറ്റം വന്ന് നോർമലിലേക്ക് ആകുന്നോടം വരെയാണ് അവന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ഫിസിക്കൽ ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കുട്ടികൾക്ക്. ഇനിയാണ് നമ്മള് ഏറ്റവും പ്രധാനമായ ചേഞ്ചസ് വരുന്ന ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ജയൻ സാർ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ഒന്ന് പറയാനായിട്ട്. ജയൻ സാർ. ഹലോ. യെസ് സർ. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോളസൻസ് സ്റ്റേജിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിൽ ഹൂ ആം ഐ എന്ന കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ റൂമ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസ് കാണും. ഒന്നുകിൽ സ്പോർട്സ്, അല്ലെങ്കിൽ ഫിലിം ഫീൽഡ് മുതലായവ. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വെഹിക്കിളാവും, 2 വീലേഴ്സിനായിരിക്കും.
അവിടെ കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ അവിടെ ഒരുപാട് സെൽഫ് ഇത് പോവും. പിന്നെ രണ്ടാമത് ആ സമയത്ത് പിയർ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന പല ക്വസ്റ്റ്യൻസിനും ആൻസർ പറയാതെ വന്നിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് പ്രോൺ വീഡിയോ കാണിക്കാൻ പോകുമ്പോൾ അതൊന്നും മാറി നിന്നാൽ ഉടൻ തന്നെ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, നീ ആണാണെങ്കിൽ കാണുന്നതാണ്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നീ ആണാണെങ്കിൽ അത് കണ്ടിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഗിൽറ്റ് ഫീലിംഗ് വരും. ആ ഗിൽറ്റ് ഫീലിംഗ് വന്നാൽ അത് ലൈഫ് ലോങ് വരാം, അല്ലെങ്കിൽ അതിനോടുള്ള അട്രാക്ഷൻ വന്നാലും ലൈഫ് ലോങ് വരാം. ഡിപ്പെൻസ്. ഇതൊക്കെ അവിടെ സ്വന്തം ഐഡന്റിറ്റിയെ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. യെസ്, താങ്ക് യു സോ മച്ച് സർ. വളരെ വ്യക്തമായ രീതിയിൽ സാറ് എന്താണ് ഒരു സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തന്നത് നമുക്ക്. ഐഡന്റിറ്റി. അപ്പോൾ ഇത് ഞാൻ ആരാണ്, എന്താണ് എന്റെ റോൾ, എന്താണ് ഈ സമൂഹത്തിൽ, ഞാൻ കുറച്ച് മച്ചുവറായി എന്ന് ചിന്തിക്കാൻ, എന്റേതായ അഭിപ്രായങ്ങൾക്ക് വില വേണം. ഇനി സമൂഹത്തിൽ ഞാനും അംഗീകരിക്കപ്പെടണം, അല്ലെങ്കിൽ പേരൻസിന്റെ മുമ്പിൽ തന്റെ കുടുംബത്തിലും ഞാൻ അംഗീകരിക്കപ്പെടണം. അവിടെ അംഗീകാരവും അക്സെപ്റ്റൻസും വേണ്ട രീതിയിൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയും വേണ്ട രീതിയിലുള്ള ആ ഒരു ഇത് കിട്ടിക്കഴിയുമ്പോഴാണ് ഞാൻ ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ഓ, ഞാൻ ഇത്രയുമൊക്കെ ആകും, ഞാൻ ചിന്തിക്കുന്നത് പോലെ ഒന്നും ആരും എന്നെ ട്രീറ്റ് ചെയ്യുന്നില്ലല്ലോ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്റെ പേരൻസിന്റെ അടുത്ത് തന്നെ ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു കുട്ടി ഒരു കാര്യം, പെൺകുട്ടിയാണെങ്കിൽ തന്നെ വീട്ടിലിപ്പോ ഒരു ചെറിയൊരു കാര്യം അടുക്കളയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെറിയതായിട്ട് അവൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ദോശ ചുടുവാൻ തന്നെ വെച്ചു, ദോശ ചുട്ടു. അപ്പോൾ ആ ദോശ ചുട്ടപ്പോൾ അത് ആ കല്ലിൽ പിടിച്ചു കരിഞ്ഞു, ദോശ മുഴുവൻ മോശമായി പോയി. അപ്പോൾ അമ്മ വന്നിട്ട് മുഴുവൻ ദോശക്കല്ല് മുഴുവൻ നാശമാക്കി. എന്തോ പണി എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ആ കുട്ടിയെ ശകാരിക്കുമ്പോൾ അവർക്ക് പിന്നീട് ചെയ്യുവാനുള്ള ആഗ്രഹം ഇല്ലെന്നാവുകയാണ്. അവിടെ അവർക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് സ്ട്രോക്കാണ്. അതേസമയം തന്റെ കുഞ്ഞ് ഒരു ദോശ ചുടുവാൻ ആഗ്രഹിച്ചു, അവൾക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുകയും, ആ കല്ല് തൂത്ത് അതെങ്ങനെയാണ് മോളെ ഇങ്ങനെ ഒന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന അതിന്റെ പ്രാക്ടിക്കലായ വശം ആ കുട്ടിയെ കാണിച്ചു കൊടുത്ത് വീണ്ടും അത് കത്തിച്ച് ഒരു ദോശ കൂടെ നിന്ന് ചുടുവാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. ആ കൂടെ തോളിൽ ഒരു തട്ടും കൂടെ കൊടുത്ത് അമ്മ ഒപ്പം നിന്ന് തന്നെ ചുട്ടി എത്ര ഹാപ്പിയായി ആ കുട്ടി. അപ്പൊ അവിടെ ഒരു ഇമോഷണൽ അവളുടെ നീഡ് അവിടെ പരിഹരിക്കപ്പെട്ടു. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല, അവളെ അമ്മ അംഗീകരിച്ചു. അപ്പൊ അങ്ങനെ ഏതൊരു കാര്യങ്ങളിലായി കഴിഞ്ഞാലും കുട്ടി ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചാടിക്കറി പലപ്പോഴും നമ്മൾ വിചാരിച്ചു നോക്കിയ, പണ്ടൊക്കെ എനിക്ക് എന്റെ അമ്മ വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വരുന്നവരെ എനിക്ക് വിഷമമായിരുന്നു. എന്റെ അപ്പൻ 3 ദിവസത്തേന് ബാംഗ്ലൂർക്ക് ടൂറിന് പോയപ്പോൾ വരുന്നത് വരെ ടെൻഷനാണ്. അന്ന് ഏറ്റവും വലിയ ദൂരമാണ് ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ വരാൻ വേണ്ടി നോക്കിയിരിക്കും. അപ്പച്ചൻ വന്നില്ല, ഇന്ന് വരും അമ്മ, എപ്പോ വരും അമ്മ, എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചോണ്ടേ ഇരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴും. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ്? അമ്മയൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കിട്ടി എന്നോട്ടുള്ള ഒരു സന്തോഷം എന്താണ് കുട്ടികൾക്ക്. നല്ല വീടുകളിൽ ഇതാണ് സംഭവിക്കുന്നത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് അങ്ങ് ഒഴിവാവുകയാണ്. വഴക്ക് പറച്ചിലില്ല, കുറ്റപ്പെടുത്തലില്ല, രൂക്ഷമായ നോട്ടങ്ങളില്ല. അപ്പോൾ കുട്ടികൾ തന്നെ ആഗ്രഹിക്കുകയാണ് കുറച്ചു നേരം അച്ഛനും അമ്മയൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ സന്തോഷമാണ് അവരെ. അപ്പൊ ഇതിനൊരു കാരണം എന്താണ്? ഇവിടെ നമ്മൾ ആരാണ് തിരുത്തേണ്ടത്? ഈ ഒരു സമയത്ത് അവർക്ക് വളരെയധികം ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സമയം തന്നെയാണ്. അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയോടുകൂടി സെൽഫ് ആയിട്ട് അവർക്ക് സന്തോഷവും അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് വരുന്നു. ആ സെൽഫ് കോൺഫിഡൻസിലൂടെ അവർ കൂടുതൽ ഇൻഡസ്ട്രിയസ് ആയിത്തീരുന്നു. കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ ആ കോശത്തിൽ നിന്നിട്ട് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവൾ അടുക്കളയിൽ കയറിയെന്ന് വരില്ല. അതേസമയം അവളെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് കഴിയുമ്പോൾ അവൾ അടുത്തത് ട്രൈ ചെയ്യുന്നു.
വീണ്ടും അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് വരുന്നു. ഇതൊക്കെ സെർച്ച് ചെയ്യുന്നു, എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് അമ്മയും ഒന്നിച്ചിരുന്ന്. നല്ലൊരു കുക്കായി തീരാൻ ആ കുട്ടിക്ക് എല്ലാ അവസരങ്ങളും അതോടെ തുറന്നു കിട്ടുകയാണ്. അല്ലെങ്കിലോ അടുക്കള കണ്ടാൽ വെറുക്കുന്ന ഒരു പല സ്ത്രീകളുമുണ്ട്. എനിക്ക് അടുക്കളയിൽ കയറി പണിയാനേ ഇഷ്ടമില്ല, എനിക്ക് കുക്ക് ചെയ്യാനേ ഇഷ്ടമില്ല എന്ന് പറയുന്നവർ. അപ്പോൾ നമ്മൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മള് കുഞ്ഞു പൈതലിനെ എങ്ങനെ കരുതുന്നു അതുപോലെ ശ്രദ്ധ കൊടുത്ത് കുട്ടികളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ഒരു സമയമാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അവിടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായില്ലെങ്കിൽ ജീവിതത്തിലുടനീളം ആ കുട്ടിക്ക് ഇമോഷണലി സ്റ്റേബിൾ ആവാൻ സാധിക്കില്ല. അവിടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല, സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നില്ല, സെൽഫ് ലവ് ഉണ്ടാവുന്നില്ല. അതിനുള്ള പ്രാക്ടീസ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ജയൻ സാർ പറഞ്ഞു പിയർ പ്രഷർ. കുട്ടികള് പുറത്തേക്ക് പോകുമ്പോൾ, സ്കൂളുകളിൽ ചെല്ലുമ്പോൾ തന്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പ്രഷർ മുഖേന വേണ്ടാത്ത പല കാര്യങ്ങളിലേക്കും പോകും. പക്ഷെ ഇവിടെ അവന്റെ ഇമോഷണൽ സ്ട്രെങ്ത് വളരെ ഉയർന്നതാണ്, അവൻ സ്ട്രെങ്ത് തന്നെ ആണെങ്കിൽ അവിടെയൊക്കെ അവൻ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവും, തന്റെ വാക്കിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അച്ഛനും ഒരു ആൺകുട്ടീനെ സഹായിക്കാൻ സാധിക്കും. വളർന്നു വരുന്ന ആൺകുട്ടികൾക്ക് അച്ഛന്മാർ എപ്പോഴും റോൾ മോഡൽസ് തന്നെയാണ്. അവര് നിശബ്ദമായി ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരിക്കലൊരു വീട്ടില് എന്നും മോൻ 7:30 പോവും, അമ്മ വീട്ടിലിരുന്ന് മോൻ ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി അടുത്തിരുത്തും, ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിട്ട് വിടും. പക്ഷെ അന്നൊരു ദിവസം ഈ അച്ഛന് 7:30 പോകേണ്ടി വന്നു. അപ്പൊ അച്ഛന്റെ പാന്റ് തേച്ചതില്ല, ആകെ ബഹളമായി, വഴക്കായി, അച്ഛൻ ഭക്ഷണം കഴിക്കാതെ പോയി. അപ്പൊ മോൻ അമ്മയുടെ ഭക്ഷണം എടുത്തിടാൻ പറഞ്ഞപ്പോ പറഞ്ഞു, എത്ര വലുതായില്ലോ, പൊത്തുപോലെ വണ്ണുള്ള നിനക്ക് തന്നെ എടുത്ത് കഴിച്ചൂടെ എന്ന് ചോദിച്ചു. 365 ദിവസവും ഭക്ഷണം എടുത്തു തന്നിരുന്ന അമ്മ അന്ന് മുഖം തിരിച്ച് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി കുഞ്ഞിനോട് പറഞ്ഞിട്ട്. അന്ന് തൊട്ട് ഇടയ്ക്കൊക്കെ കൊച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ വീട്ടിലാണ് എല്ലാം സംഭവിക്കുന്നത്. എല്ലാത്തിന്റെയും തുടക്കം വീട്ടിൽ നിന്നാണ്. അവിടെ ആ പേരൻസ് ഡിസൈഡ് ചെയ്യണമായിരുന്നു. ആ പേരൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്. നേരത്തെ പോകണമെന്നുള്ളത് ഭർത്താവും ഭാര്യയും ഒരുപോലെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് എന്ത് വേണമെന്നുള്ളത് അവിടെ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലായിരുന്നു, ആ ഫാമിലി കോൺഫ്ലിക്റ്റ്. അതുണ്ടായത് കൊണ്ടാണ് അത് ബാധിച്ചത് ആരെയാണ്? അവരുടെ മകനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് കുട്ടികളിലെ കൺഫ്യൂഷൻ വർദ്ധിപ്പിക്കുകയാണ്. താൻ എന്തോ ആണ്, ആരൊക്കെയാണെന്നുള്ള ചിന്തയിൽ നിന്ന് വീണ്ടും അവനൊന്നും അല്ല, അവൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല, അവൻ കെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വിചാരത്തിൽ അവന്റെ സെൽഫ് കോൺഫിഡൻസ് തകരുകയാണ്. അപ്പോൾ പിന്നീട് പോകുമ്പോൾ ജീവിതത്തിലുടനീളം ഈ ഒരു അവസ്ഥ അവന് സംജാതമാകും. സൈക്കോ സോഷ്യൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഒരു സമയത്തായിരിക്കുന്ന അവരുടെ ഫ്രണ്ട് സർക്കിളിലാണ്. സോഷ്യലി അവർ വളരെയധികം ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. കളിക്കുകയും ചിരിക്കുകയും തമാശകൾ പറയുകയും ഒരുമിച്ച് കൂടുകയും ഈ സമയത്ത് നമ്മൾ അവരെ അനുവദിക്കണം. പക്ഷെ ഇവിടെ ഈ പിയർ പ്രഷറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഓർക്കുകയാണ്. അതായത് കൂട്ടുകാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാണ് അച്ഛനും അമ്മമാരും. അവിടെ ആ കൂട്ടുകെട്ടിൽ പോയത് കൊണ്ട് ഒരു മോശം കണ്ടു, അതുകൊണ്ട് ഇനി കുട്ടികളോട് നമ്മൾ വിളിച്ചു പറയും, ഇനി നീ അവനുമായിട്ട് കൂട്ടുകൂടണ്ട, അവളുമായിട്ട് കൂട്ടുകൂടണ്ട, അത്ര ശരിയല്ല കേട്ടോ, ആ കൂട്ടിനി വേണ്ട, അവന്റെ കൂടെ കൂടിയിട്ടാ നീയും ഇപ്പൊ ഇങ്ങനെ ആയത് എന്നുള്ള പറച്ചിലുണ്ടാകുമ്പോൾ അത് കുട്ടിയെ വിഷമത്തിലാക്കുന്നു. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിം ഏജിലുള്ളവരാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടന്റ്. ആ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാണത്.
ഫ്രണ്ട്സിനാണ് അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു സമയത്ത് ആ കൂട്ടുകാരെ ശരിയല്ല, നീ ഇനി മേലാൽ മിണ്ടിപ്പോകല്ല, അവന്റെ അടുത്തിരുന്നു പോകല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ അതിനു മുന്നേ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞ് ആരൊക്കെയായിട്ടാണ് കൂട്ടുകൂടുന്നത്, എവിടൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഫ്രണ്ട്സ് സർക്കിളും ആ ഒരു ഫാമിലിയും അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് നമുക്കൊരു അവരുമായിട്ടെല്ലാം നമുക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ചൈൽഡ്ഹുഡിൽ തന്നെ അതിന്റെ ഒരു ശ്രമങ്ങൾ നമ്മൾ തുടങ്ങേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു പീരീഡിൽ എത്തിക്കഴിഞ്ഞ ഇനി നീ എങ്ങനെ ചെയ്യാൻ നമുക്കറിയാം. മിക്ക കുട്ടികളും ഒരു 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 5th തൊട്ട് 10th വരെയൊക്കെ ഏകദേശം ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. എപ്പോഴും സ്കൂൾ മാറുന്ന ഒരു പ്രവണത നമ്മളുടെ ഇവിടെ ഇല്ല. സാധാരണ വളരെ കുറവാണത്. നല്ലൊരു സ്കൂളിൽ കൊണ്ടു ചേർത്തു, അവിടെ തന്നെ ആയിരിക്കാം കുട്ടി സ്കൂൾ വിദ്യാഭ്യാസം മിക്കവാറും പൂർത്തിയാക്കുന്നത്. അല്ലെങ്കിൽ ജോലിയുടെ ഒക്കെ വല്ല പേരൻസിന്റെ ഇതുകൊണ്ട് വല്ലതും മാറിയാലോ ഉള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആരാണ് അവന് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നാണ്, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയും ആ വീട്ടുകാർ ആ കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത് പറഞ്ഞ കുട്ടിയോട് കൊടുക്കേണ്ട ആവശ്യം, അതിനു മുന്നേ തന്നെ നമുക്ക് കുട്ടിയെ അതിന് പ്രാപ്തനാക്കാം, സെൽഫ് എഫിഷ്യന്റ് ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്താണ് കുട്ടികൾ സബ്സ്റ്റൻസ് അബ്യൂസ്, അതുപോലെ പോൺ വീഡിയോസ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ഇതിലേക്കൊക്കെ പോകുന്നത്. അതിപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. വളരെ മികച്ച രീതിയിൽ അത് പേരൻസിന് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ സപ്പോർട്ടും എടുക്കേണ്ടതായി വരും. പേരൻസ് തന്നെ അതിന് റോൾ മോഡൽസ് ആകുക, മാതൃകയാകുക. വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഇത്ര സമയങ്ങൾ, അതിനുശേഷം ഒരു ഫാമിലി ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ടൈം ഉണ്ടാക്കുക. ആ സമയത്ത് സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക, ഒരുമിച്ച് കളികളിൽ ഏർപ്പെടുക. മണ്ണും പ്രകൃതിയും ഒക്കെയായി കുട്ടികൾ സമ്മതിക്കട്ടെ. അതിനെല്ലാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ 2 കുട്ടികളാണുള്ളത്, പെൺകുട്ടിയും ആൺകുട്ടിയും. പെൺകുട്ടി നല്ല ഭയങ്കരമായിട്ട് ഒരു പഠിപ്പിസ്റ്റാണ്. അവള് +2 കഴിഞ്ഞു, നല്ല മാർക്കോടെ പാസ്സായി. അവൾ MBBS അഡ്മിഷൻ എടുത്തു. പക്ഷെ ആൺകുട്ടിയെ അവര് ഒരുപാട് അടിച്ചു നോക്കി ആ വഴിയെ തന്നെ പോകാനായിട്ട്, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാനായിട്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിച്ചില്ല. അവൻ എപ്പോഴും പൂച്ചയുടെയും ഓന്തിന്റെയും പല്ലിയുടെ ഒക്കെ പുറകെയാണ്. അവന്റെ ക്യൂരിയോസിറ്റി അതിലാണ്. അങ്ങനെ പോയി ഇവരെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു, പലയിടത്തും ചോദിച്ചു കഴിഞ്ഞപ്പോ അവന് അതിനോടുള്ള താല്പര്യം, ആ കുട്ടിക്ക് അതിനുള്ള ഒരു സ്കില്ലുണ്ട്. ആ ഒരു നേച്ചറിങ്, അതിനെ കാണാൻ, അതിനെ വളർത്താനും അതിനെ പരിപാലിക്കാനും അത് സ്കില്ലുമായി അതുമായി ഡെവലപ്പ് ചെയ്ത് അവന്റെ സ്കില്ല് വളർന്നു വരട്ടെ. എത്രയോ പേരുണ്ട് നാഷണൽ ജിയോഗ്രഫിക് ഡിസ്കവറി പോലുള്ള ചാനലുകളിൽ. അപ്പൊ അവരൊക്കെയും എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണമെന്നില്ലല്ലോ. അപ്പൊ അവർക്കത് മനസ്സിലാകാൻ 1-2 വർഷ സമയം എടുത്തു. അവർ ഒരുപാട് സമയം മാറി നിന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്, ബേർഡ്സ് ഉണ്ട്, ഡോഗ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ആ ഫാമിലി. കൊച്ചൊരു ആവറേജ് സ്റ്റുഡന്റ്, അവന് 6ാം ക്ലാസ്സിലെത്തി. വളരെ സന്തോഷമായിട്ട് ആവറേജ് സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ പറയില്ല, പഠിത്തം. അതിന്റെ കൂടെ മണ്ണിനെ സ്നേഹിച്ചും ചെടികളെ സ്നേഹിച്ചും അവനെപ്പോഴും സംശയങ്ങളാണ്. അപ്പോൾ ആ ഏതാണ് കുട്ടിക്ക് ഇഷ്ടം അതിന്റെ ഒപ്പം നമ്മൾ പേരൻസ് നിൽക്കണം. അല്ലാതെ ഞാൻ പോയ വഴിയെ പോണെന്ന് അടിച്ചു വളർത്തിയിട്ട് ഒറ്റ കാര്യമില്ല. നാളെ IIT-യിൽ എത്തിക്കാമായിരിക്കാം, പക്ഷേ അവിടെ നിന്ന് നേരെ താഴോട്ടായിരിക്കാം പതിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ നമ്മള് കുട്ടികളെ എൻവയോൺമെന്റുമായി യോജിച്ച് അവരുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ട ഹെൽപ്പ്, സപ്പോർട്ട് ഇതൊക്കെ കൊടുത്ത് കൂടെ നിൽക്കുക. ഞാൻ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കേൾക്കാവോ? സാബു സാർ കേൾക്കാവോ? കേൾക്കാം.
എന്നിട്ട് അവള് വന്നില്ല അല്ലേ? ആര് പറഞ്ഞു മായ വന്നില്ലെന്ന്? ദാ തന്റെ മായ. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള, സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. നമുക്കൊക്കെ അങ്ങനെയായിരുന്നിരിക്കാം അല്ലെ? സുരേഷ് സാർ എന്താ പറയുന്നേ? അല്ലേ? അതല്ലേ അഭിപ്രായം? സുരേഷ് സാർ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ വേറെ ആരാണ്? പാട്ട് പാടുന്നവരുണ്ടായിരിക്കാം, കലാകായിക മത്സരങ്ങളിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളവർ. പഠനകാലത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? അതെ, ഓക്കെ, ആർക്കും വരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി, അതായത് നമ്മുടെ സപ്പോർട്ട്, സന്തോഷം, ഫാമിലി, നമ്മുടെ പേരൻസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ഇവരെന്നാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സ്നേഹവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ കെയറിങ്ങും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് കിട്ടാതെ പോകുന്ന പല പല പ്രശ്നങ്ങളുമാണ് പിന്നീടുള്ള ആ ഒരു ട്രാൻസിഷനിലേക്ക്, അതായത് അഡൽഹുഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഈഗോയും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരും, ഐസൊലേറ്റഡ് ആവുന്നവരും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവരും, ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റാത്തവരുമായി തീരുന്നത്. ഈ സമയത്ത് ഉണ്ടാകുന്ന സപ്പോർട്ടും കെയറിങ്ങും ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ലോക്കസ് ഓഫ് കൺട്രോൾ, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നമുക്കറിയാം. ഇതിൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവർക്ക്, അതായത് സ്വയമായിട്ട് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ച കുട്ടികൾക്ക് അവരുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വളരെയധികം വളർന്നതായിരിക്കും, ഇൻക്രീസ്ഡ് ആയിരിക്കും. കാരണം ആ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാകും എന്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടി അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അല്ലെങ്കിൽ വിധിയെ പഴിച്ച് ഇത് വിധിയാണ്, എനിക്ക് ഭാഗ്യമില്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. അല്ലെങ്കിൽ മറ്റുള്ളവരെ, എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതിരിക്കുന്നത് ആ ടീച്ചറിന് എന്നോട് വലിയ കാര്യമില്ലാത്തത് കൊണ്ടാണ്. ടീച്ചർ മറ്റേ കുട്ടിയാണ് ഇഷ്ടം, അതുകൊണ്ട് അവന് മാർക്ക് കൂടുതലിട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഈ വ്യക്തി, ഇവന്റെ വിധിയെ, മുന്നോട്ടുള്ള ഇതിനെ തടസ്സപ്പെടുത്തുന്നതാണ് അവൻ പറയുന്നത്. പക്ഷെ അത് പകരം എനിക്ക് കഴിവുണ്ട്, ഞാൻ അത് പൂർണ്ണമായും വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്, അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ എനിക്ക് മാർക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആ ഒരു സമയത്ത് സെൽഫ് കോൺഫിഡൻസ് എത്ര അധികം ഉയർത്താൻ സാധിക്കുന്നു, അങ്ങനെയുള്ള ഒരു കുട്ടിക്കാണ് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്. എനിക്കിത് നേടാൻ പറ്റും, എനിക്കതിനുള്ള കഴിവുകളുണ്ട്, സ്കിൽസ് ഉണ്ട്. ഡിസിഷൻസ് ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാല് അത് കറക്റ്റ് ആക്കാനുള്ള ആ ഒരു കഴിവ് ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതെ അതെ, അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ സപ്പോർട്ടിങ് ആയിട്ട്. അപ്പൊ അതിന് നമ്മുടെ വീടുകളിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ, നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് ഏറ്റവും. പിന്നെ ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് കേട്ടോ അതില്. പല കുട്ടികളും പാർഷ്യാലിറ്റി അനുഭവിച്ചിട്ടുണ്ട് സ്കൂളുകളിലെ കുട്ടികൾക്ക്. അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് പരീക്ഷയിൽ പിന്നോക്കം പോവുകയും ഇമോഷണലി വളരെ പ്രശ്നങ്ങളിലേക്ക് വരികയും സ്കൂൾ തന്നെ അവർക്ക് പ്രശ്നമാവുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇമോഷണൽ, നമുക്കറിയാം ഒരുപാട് ബേർഡൻ എടുത്തു വെക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. കാരണം അവരുടെ റാഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അമിഗ്ഡാല ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിയോ കോർട്ടെക്സ് അല്ലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിങ്ങിനൊന്നും ആ സമയത്ത് വലിയ സ്ഥാനമില്ല. ശരിയല്ലാത്തതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലെ? ശരിയല്ലാത്തതിനും, അതായത് ഇമോഷണൽ പാർട്ടിനും ശരിയല്ലാത്തതിനും എളുപ്പമുള്ളതിനും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കും ആ സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒരു എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാകുന്നില്ല. ആ സമയത്ത് നമ്മൾ പേരൻസ്, പേരന്റ് എന്നുള്ള നിലയിലും ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും മുതിർന്നവർ, കുടുംബത്തിലുള്ളവർക്ക് ആ സമയത്ത് കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കണം. ആ ഇമോഷണൽ സപ്പോർട്ട് ഇനഫ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവൻ സെൽഫ് കോൺഫിഡൻസ് ഉള്ളതിനായി വളർന്നു വരും.
അവന്റെ ഈഗോ സ്ട്രെങ്തൻ ആയിരിക്കും. ആ അവന് സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരിക്കണം. അത് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസിനാണെങ്കിലും. തീർച്ചയായിട്ടും അതെ അതെ അതെ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എനിക്ക് വന്ന പരാജയത്തിന് കാരണം മറ്റൊരാളാണെന്ന് പറയുന്നതിന് പകരം അത് തിരിച്ചറിവുണ്ടായാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു സമയത്ത്. അതാണ് വേണ്ടത്. കുട്ടിക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം, മുതിർന്നവർ. അല്ലെങ്കിൽ അവൻ എപ്പോഴും ജീവിതത്തിലുടനീളം ഞാൻ ഇങ്ങനെയാകാൻ കാരണം എനിക്ക് അല്ലെങ്കിൽ മറ്റേ ആളാണെന്നുള്ള വേറൊരു വ്യക്തിയാണ്, ഞാൻ ജോലിയിൽ പോയപ്പോ എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്റെ ബോസിന് എന്നോടുള്ള ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ടൈമിങ്ങിന്, അങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അമിതഭാരമാണ്, പക്ഷെ എനിക്കിതിനൊക്കെ കഴിവുണ്ട്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള സ്കില്ലുണ്ട് എന്ന് എന്റെ ഉള്ളിലേക്ക് നോക്കുവാൻ അവിടെ സെൽഫ് ലവും സെൽഫ് അവയർനെസ്സും ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നു. അപ്പൊ അവിടെ നമ്മളുടെ പേരന്റിന്റെ, ടീച്ചേഴ്സിന്റെ ആ ഒരു സമയത്ത്, കാരണം ഈ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ടത് ഇവരിൽ നിന്നാണ്. സ്കൂളിൽ ടീച്ചേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ഉണ്ട് ഈ കാര്യത്തിൽ. സോ ഇവിടെ നിന്ന് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാനൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ അടുത്തൊരു അച്ഛനും അമ്മയും വന്നു. 2 പെൺകുട്ടികളാണ് അവർക്ക്. മൂത്ത കുട്ടി 12th പഠിക്കുന്നു. ഈ 12th പഠിക്കുന്ന കുട്ടി, അവൾക്ക് ഒരു പ്രണയബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ അവൾ ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്, ഭയങ്കര ആംഗ്രി ആണ്, അഗ്രസീവ് നേച്ചർ ആണ്. അച്ഛനുമായിട്ടാണ് അവളുടെ കോൺഫ്ലിക്റ്റ് മുഴുവൻ. സാധാരണ അച്ഛന്മാര് മക്കളുമായിട്ട് ഭയങ്കര, പെൺമക്കളോട് ഒരുപാട് അഫെക്ഷൻ ഉണ്ടാവും, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അമ്മ കുറച്ച് സൈലന്റ് ആണ്, രണ്ടുപേരും ജോലിയുള്ളവരാണ്. അപ്പൊ ഈ മൂത്ത കുട്ടി ഇങ്ങനെ സംസാരിച്ച അച്ഛൻ ഇരുന്നു, ഇങ്ങനെ 4 പേരും കൂടി ഇരുന്നു. അപ്പൊ അച്ഛൻ പറയുകയാണ്, ഒരുപാട് 1 മണിക്കൂർ നേരത്തോളം ഈ മോളെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. അതിനിടയ്ക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് കൃഷ്ണന് തുലാഭാരം വെച്ചിട്ട് ഉണ്ടായ കുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവൾക്ക് കൃഷ്ണപ്രഭ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് താഴ്ത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനിരിക്കും എന്ന് പറഞ്ഞ് നിലത്ത് വെക്കാതെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ്. പക്ഷെ അവൾ അങ്ങ് ടീനേജ് ആയപ്പോഴത്തേനായിട്ട് അവർക്ക് പറ്റാമില്ലെന്നായി, പേരൻസിന് പറ്റും. അതുവരെയും അവൾ കുട്ടിയായിരുന്നു. ഇനിയിപ്പോ ഇവളെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആയിട്ട് അത് പറ്റത്തില്ല, അച്ഛനുമായിട്ട് അവൾ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ അച്ഛനും സാധിക്കാൻ വയ്യ. അപ്പൊ തന്നെ അച്ഛനും അവളുമായിട്ട് വഴക്കായി. ആ വഴക്ക് കൂടി കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൾക്ക് തോന്നി, അച്ഛൻ എന്നോട് സ്നേഹമില്ല, എന്റെ ഒരു കാര്യങ്ങളും അച്ഛൻ സാധിച്ചു തന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുമായി ഇഷ്ടത്തിലായി. അവിടെ അവൾക്ക് കെയറിങ്ങും സപ്പോർട്ടും എല്ലാം കിട്ടി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഫോൺ വേണം. അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഫോൺ വേണം. അവള് വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചു, 16,000 രൂപയുടെ ഒരു ഫോൺ വാങ്ങിച്ചു. അച്ഛനിൽ നിന്ന് പൈസ മോഷ്ടിച്ചെടുത്തോള് ആദ്യമായിട്ട്. അതറിഞ്ഞ അച്ഛൻ പൊത്തിരെ തല്ലി കുഞ്ഞിനെ, അവളെ തല്ലി ഒരുപാട് ചതച്ചു. അതുകൊണ്ടായിട്ട് അവൾക്ക് ആ പ്രണയമില്ലെന്നാവുകയോ അല്ലെങ്കിൽ ആ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ച് വേറെ ഫോൺ ഇല്ലാതെ ചെയ്തില്ല. അവളുടെ കൂട്ടുകാരൻ അവൾക്ക് വേറൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അതിൽ അവർ തമ്മിൽ മെസ്സേജിങ് തുടങ്ങി. ഇതറിഞ്ഞ അച്ഛൻ പിന്നെയും അറിഞ്ഞു. അച്ഛൻ ഇതറിഞ്ഞപ്പോൾ വീണ്ടും അടിയായി, ആ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. അതോടൊപ്പം തന്നെ അവൾ വളരെ പെറ്റായിട്ട് വളർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഇവളോടുള്ള ദേഷ്യത്തിന് കൊച്ചിനെ കൊല്ലാൻ സാധിക്കില്ലല്ലോ. കാരണം എന്റെ മുന്നിലിരുന്ന് അദ്ദേഹം പറഞ്ഞു, ഇവള് ചത്തുപോയാലും മതിയെന്ന് പറഞ്ഞു. കൊച്ചിന്റെ കേരളത്തിൽ തന്നെ പറഞ്ഞു, ഇതിലും ഭേദം ഇവള് ചത്തുപോകുന്ന എനിക്കെന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചിനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് അടിച്ചു കൊന്നു. ഇതാ കുഞ്ഞിന് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാക്കി. അത് കഴിഞ്ഞ പിന്നെ കുട്ടി മിണ്ടണയില്ല, സംസാരിക്കുന്നില്ല, പഠിക്കുന്നില്ല, വായിക്കുന്നില്ല. ഈ കൊറോണ പീരീഡിൽ തന്നെയാണ്, വീട്ടിലിരുന്നുള്ള പഠിത്തങ്ങളൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് അവര് വരുന്നത്, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് വരുന്നത്. അങ്ങനെ സംസാരിച്ച് അച്ഛൻ മകളെ 1 മണിക്കൂറോളം ബ്ലെയിം ചെയ്തു.
ഒന്ന് മാറിയിരിക്കുക, കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് മാറി എന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഇമോഷണൽ ഉണ്ടാവും. ശരിയാണ്, ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും മറ്റൊരു കുട്ടിയായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ പൈസ മോഷ്ടിച്ചെടുത്തു, എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. കുട്ടിയെ കുറ്റപ്പെടുത്തിക്കിട്ടുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അവൾക്കിപ്പോ എന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കാൻ, ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നോട് വഴക്ക്, അവള് പറഞ്ഞ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, അവള് പറയുന്ന ഫുഡ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വഴക്ക്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാരാണ്, എവിടെയാണ് തുടങ്ങിയത്? അത് എക്സ്പ്ലോർ ചെയ്തു പോയി. അങ്ങനെ ചെയ്തു പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഈ 7 വർഷം കഴിഞ്ഞുണ്ടായ കുട്ടിയല്ലേ കൃഷ്ണപ്രഭ. അപ്പോൾ ഇവര് തന്നെയാണ് കുഞ്ഞിനെ അങ്ങനെ വളർത്തിയത്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അവളെ സെൽഫിഷ് ആക്കിയത് അത് തന്നെയാണ്. എല്ലാം അവൾ ആഗ്രഹിക്കുമ്പോഴേ കിട്ടണം, മേടിച്ചു കൊടുക്കണം. അച്ഛനെ എല്ലാം മേടിച്ചു കൊടുക്കുന്ന കുട്ടികള് അച്ഛന്മാരെ കണ്ടു വളരുന്ന കുട്ടികൾക്ക് സാധനങ്ങളോടാണ് ഇഷ്ടം. മെറ്റീരിയലിസ്റ്റിക് ലവ് ആണ്, അച്ഛനോടല്ല. അത് അച്ഛന് മനസ്സിലായില്ല. അച്ഛൻ വിചാരിച്ച് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അച്ഛനോട് മോൾക്ക് സ്നേഹം കൂടുതൽ. അല്ല, വാങ്ങിച്ചു കിട്ടിയ സാധനങ്ങളോടായിരുന്നു കുട്ടിക്ക് പ്രിയം. അതിനോടുള്ള പ്രിയം കൊണ്ട് അച്ഛനെ അതിനൊരു ഉപാധിയായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അച്ഛൻ പൊതുവെ തല്ലിയപ്പോൾ കുട്ടി അച്ഛനിൽ നിന്ന് കംപ്ലീറ്റ് ആവുന്നു, വേറൊരാളെ അവിടെ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, തന്റെ മകളാണ് കുറ്റക്കാരി, അവിടെ എവിടെയാണ് നമ്മൾ എന്താണ് കുട്ടിയോട് ചെയ്തത് എന്നൊരു തോട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. ആ തോട്ടിൽ നിന്ന് വീണ്ടും പുറകോട്ട് പോയി അദ്ദേഹത്തെ കൊണ്ട് ചിന്തിപ്പിച്ചു. കൃഷ്ണപ്രഭ കിട്ടാൻ വേണ്ടി അവർ കൊതിച്ച 7 വർഷങ്ങളിലേക്ക് തിരിച്ചുപോയി. നോയമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥനകളും അമ്പലങ്ങൾ കയറിയിറങ്ങി കഴിഞ്ഞ മറ്റുള്ളവരുടെ കൂരമ്പ് പോലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖം താഴ്ത്തി നിന്ന ദിവസങ്ങൾ. കൃഷ്ണപ്രിയയെ കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ആ ചിന്തകൾ, ആ തോട്ടുകൾ സഹായകമായി. കൊന്നു കളഞ്ഞ പൂച്ചക്കുട്ടിയെ തിരിച്ചു കിട്ടില്ല. പൂച്ചക്കുട്ടിയെ കൊന്നു കളഞ്ഞു പറഞ്ഞപ്പോൾ കൃഷ്ണപ്രഭയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി. എങ്ങനടിച്ചു കരഞ്ഞു അവൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ആ പ്രായത്തിൽ ഒരു പൂച്ചക്കുട്ടിയെങ്കിലും സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഉണ്ടെങ്കിൽ അവൾ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ്. മൈ ഡോട്ടർ ഈസ് നോട്ട് സെൽഫിഷ് എന്ന് പറയിച്ച് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ കൂടെ. ആരും ഒന്നും മിണ്ടുന്നില്ല. സബു സാർ, എല്ലാരും പോയോ? ആരും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും പോയിട്ടില്ല. സാധാരണ എനിക്ക് തോന്നുന്ന അവസാനമായിരിക്കും ഡിസ്കഷൻസ് വരുന്നത്. ഓക്കെ സാർ. അപ്പൊ അടുത്തതിലേക്ക് പോവാം. ഈ കേസ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ കേസിനെ ബേസ് ചെയ്ത് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹം കൃഷ്ണപ്രിയയെ വീണ്ടും തന്റെ പൊന്നുപോളായി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പോയ പൂച്ചക്കുട്ടിയെ തിരിച്ചു കിട്ടില്ല, പക്ഷെ പകരം അവൾക്കൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തു. എന്താണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഒരു പെറ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഒരു പെറ്റിനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സ്കിൽസ് ആണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്ഷിപ്പ്, കമ്പാനിയൻഷിപ്പ്, ഏറ്റവും നല്ല വിശ്വസിക്കാൻ പറ്റാവുന്ന നമ്മുടെ കൂട്ടുകാരാണ് പെറ്റ്സ്. എപ്പോഴും നമ്മളോട് കൂടി ഉറച്ചുണ്ടായിരിക്കും ആ ഒരു വിശ്വസ്തത. ആ കുട്ടി നമ്മൾ പിണങ്ങിയാലും അവര് പിണങ്ങത്തില്ല. അതെ സാർ. ഒന്ന് പിണങ്ങിയാൽ, എനിക്കിവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്. വഴക്ക് പറഞ്ഞ് എന്തേലൊക്കെ കുസൃതി കാണിച്ചിട്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ അടിയിൽ വന്നു കഴിഞ്ഞിട്ട് കാലിൽ ഇങ്ങനെ ഉരുമി കാലിന്റെ അടുത്ത് വന്ന് കിടന്നിട്ട്
പതുക്കെ കാലിൽ നക്കും. അപ്പൊ നമ്മൾ സ്നേഹം കൊണ്ട് വാരിയെടുക്കും. എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എമ്പതിക്കാവുന്നു. ഒരു പ്രശ്നം ഞങ്ങളുടെ പൂച്ചക്കുട്ടിക്ക് വേറൊരു പൂച്ച വന്ന് കടിച്ചിട്ട് വലിയൊരു മുറിവുണ്ടായി. ആ മുറിവുണ്ടായി കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ആന്റിബയോട്ടിക്സ് കൊടുക്കണം, രാത്രിയിൽ എഴുന്നേറ്റ് കൊടുക്കണം 2 മണിക്ക്. ഞാൻ ഉറങ്ങിപ്പോയെങ്കിൽ പോലും എൻ്റെ മക്കൾ, എനിക്ക് 3 മക്കളാണ്, ടീനേജേഴ്സ് ആണ്, അവര് ടൈം അലാറം വെച്ച് എഴുന്നേറ്റ് സമയത്ത് മരുന്ന് കൊടുക്കുമ്പോഴത്തേനായിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. തിരുമ്മി 3 പേര് പിടിച്ചിട്ട്, ഒരാൾ തിരുമുന്നു തലയിൽ, ഒരാൾ ചെവിയിൽ എടുക്കുന്നു, ഒരാൾ കൈ കാല് പിടിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ ആ സമയത്ത് കടിക്കും പിടിക്കും എന്ന് വിചാരിച്ച് അതിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിന് ജീവൻ രക്ഷപ്പെടില്ല, വലിയ മുറിവായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ വേദന മനസ്സിലാക്കി, അതിന്റെ പ്രയാസം മനസ്സിലാക്കി നമ്മൾ എമ്പതിക്കാകാൻ പഠിക്കുന്നു. നേച്ചറിങ് സ്കിൽസ് വളർത്താൻ, ഗ്രോ ചെയ്യാൻ, ഒരു ജീവിയെ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യ ജീവിയെ കെയർ ചെയ്യാൻ, നേച്ചർ ചെയ്യാൻ, വളർത്തുവാൻ, ഗ്രോ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നു. നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്ത് ചെയ്തു കൊടുക്കാൻ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ നമ്മൾ പഠിക്കുന്നു. ഈ സ്കിൽസ് പതുക്കെ പതുക്കെ മനുഷ്യരിലേക്കും ഡെവലപ്പ് ചെയ്തു വിടും. ഈ എല്ലാ സ്കിൽസും, അത് കെയറിങ്, സമയത്ത് ഭക്ഷണം കഴിച്ചോ, പുറത്തു പോയെങ്കിൽ വന്നോ, വെള്ളം എടുത്തുകൊണ്ടേ വെക്കുന്നു, ഇങ്ങനെ ആ കുട്ടി കൊണ്ടു നടക്കും. ഇങ്ങനെ ഒരു ബെൽറ്റൊക്കെ പിടിച്ച് ഗാർഡനിലൊക്കെ കൊണ്ടു നടക്കും. സമയത്ത് പുറത്തു പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കെയർ ചെയ്ത് കുളിപ്പിച്ച് അവൾ എൻഗേജ്ഡ് ആയി. കെയർ ചെയ്യാൻ ഒരാളെ കിട്ടി. സോ പട്ടിക്കുട്ടി വന്നപ്പോൾ പട്ടിക്കുട്ടിയെ കുറിച്ചുള്ള സംസാരിക്കാൻ വേണ്ടി വീട്ടിലെല്ലാരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കാൻ തുടങ്ങി. എല്ലാരും കൂടി കൂടിയിരുന്ന് കളിപ്പിക്കാൻ തുടങ്ങി പട്ടിക്കുട്ടിയെ. സോ ഫാമിലി ബോണ്ടിങ് ഇൻക്രീസ് ചെയ്തു. ഡിക്രീസിങ് ലോൺലിനെസ്. അറിയാലോ, ഒരു പെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാതിരിക്കാൻ സമയം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ അത്യാവശ്യ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഉണ്ടാവും. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും പെറ്റ്. അപ്പൊ നമ്മൾ ആ കൂടെ കളിക്കാനും നടക്കാനും ഒക്കെ കൂടെ പോകും. പിന്നെ നമ്മൾ ശാരീരികമായി നമ്മുടെ ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹാപ്പി ഹോർമോൺസ് സ്വാഭാവികമായും നമ്മൾ പെറ്റ് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു. ആ ലാളിക്കുന്ന സമയത്തും അവരുടെ കൂടെ കളിക്കുന്ന സമയത്തും ഹാപ്പി ഹോർമോൺസ് ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് പെറ്റ് തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ദി ഡെവലപ്മെന്റ് ഓഫ് അഡോളസൻസ്. നമ്മുടെ ഇതായിരുന്നു എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്. നമ്മളെ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുക. അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് തെറ്റുപറ്റാം. നമുക്കാണ് അറിയാവുന്നത്. നമ്മളാണ് മച്വർ, അവരല്ലല്ലോ. നമ്മളാണ് പേരൻസ്, അല്ലെങ്കിൽ മുതിർന്നവർ നമ്മളാണ്. അപ്പൊ തെറ്റ് പറ്റാം എന്നുള്ളത്, ആ തെറ്റ് പറ്റും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. തെറ്റ് പറ്റുന്നത് പണിഷ്മെന്റ് കൊടുക്കാനുള്ളതല്ല, തിരുത്തലോട് കൂടി ഒപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മളുള്ള വിശ്വാസം, നമ്മളുള്ള വിശ്വാസം വർദ്ധിക്കുന്നു. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കുട്ടികൾ നമ്മളെ സമീപിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുവാണ്, അവര് തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് കുട്ടിയെ അമിതമായി ശകാരിക്കുകയും തെറ്റ് ചെയ്യുമ്പോൾ കൃഷ്ണപ്രഭയ്ക്ക് പറ്റിയതുപോലെ പറ്റും. തൊട്ടടുത്ത കൂട്ടുകാരനിലേക്ക്, അല്ലെങ്കിൽ അവനാണെങ്കിൽ കൂട്ടുകാരിയിലേക്ക് തിരിയും. അവിടെ കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും. സോ അവിടെയും നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എൻകറേജ്മെന്റ്. ദോശ ചുട്ടപ്പോൾ പണിഷ്മെന്റ് ആണ് കൊടുത്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിരുന്നെങ്കിലോ ഒരിക്കലും വരില്ലായിരുന്നു. പിന്നെ അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള എൻകറേജ്മെന്റ്. ആ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻകറേജ് ചെയ്യുക. എൻകറേജ് ചെയ്യുമ്പോൾ
അച്ഛനും അമ്മയ്ക്കും അവരെ ചേർത്ത് പിടിക്കാം, നല്ല വാക്കുകൾ പറയാം, ഇവൻ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പോലും മതി. അതുപോലും കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ആ ഒരു ചേർത്ത് പിടിക്കൽ, നല്ലൊരു വാക്ക് കൊണ്ട്, ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ക്ലാസ്സിൽ, പൃഥ്വിരാജിന് ഒരു പടം ഉണ്ടായിരുന്നു മാണിക്കക്കല്ല് എന്ന് പറഞ്ഞിട്ട്. ഒരു കുട്ടി, പുള്ളിക്കാരൻ ആദ്യം ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരനെ കളിയാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു കുട്ടി പടം വരച്ചു വെച്ചു, മോശമായി. ആ കുട്ടി ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കണ്ടുപിടിച്ച് ആ കുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ്. അവിടെ വേണമെങ്കിൽ പണിഷ് ചെയ്യാം, അട്ടി കൊടുക്കാം, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം. ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. ഫാമിലി ബോണ്ടിങ് നമ്മൾ പറഞ്ഞില്ല, കുട്ടികൾ എല്ലാം കണ്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയാണ്. പേരൻസ് റോൾ മോഡൽസ് തന്നെയാണ്. ആ ഒരു പ്രായത്തിൽ അവര് സിനിമാ നടന്മാര് അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ പോലെയുള്ള കുറേ റോൾ മോഡൽസ് ഉണ്ടെങ്കിലും ഫാമിലി അവർക്ക് അവരുടെ ഇമോഷണൽ പാർട്ട് അവിടെ അവർ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവർ ഫാമിലി ബോണ്ടിങ് ആണ്. എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്ന അച്ഛനും അമ്മയും, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന, അങ്ങനെ എത്രയോ കുട്ടികൾ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് കുടുംബജീവിതമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോലും ചിന്ത പോലും ഇല്ലാതെ ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, കല്യാണമേ വേണ്ട എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ചെകഞ്ഞു പോകുമ്പോഴാണ് ഇനി നമ്മൾ വിചാരിക്കും അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും വേറെ. അതുണ്ട്. അത് മാത്രമല്ല, വീട്ടിലെ സാഹചര്യങ്ങൾ അച്ഛനും അമ്മയും ജീവിക്കുന്നത് കണ്ട് വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിനോട് താല്പര്യമില്ലെന്നായ കുട്ടികളുണ്ട്. അതിനോട് വെറുപ്പ്, കുടുംബം എന്ന ആ പ്രസ്ഥാനത്തോട് വെറുപ്പ്. ഒരുമിച്ച് സംസാരിക്കുകയും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഉണ്ണുകയും കളികളിൽ ഏർപ്പെടുകയും ഇപ്പൊ അതിനുള്ളൊരു സമയമാണ്. ഈ ഒരു സമയം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഈ 1.5 വർഷം ഉള്ളൊരു സമയം ഏറ്റവും കൂടുതൽ ഫാമിലി ബോണ്ടിങ് ഉണ്ടാക്കാവുന്ന സമയമാണ്. പക്ഷെ ഫാമിലി കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ഓരോന്ന് എന്റെ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല 3 പേരും ടീനേജേഴ്സ് ആണ്. ഈ ഓരോരോ ബേക്ക് ചെയ്യാൻ പഠിച്ചു. രണ്ടാമത്തെ കുഞ്ഞ്, മൂന്നാമത്തെ കുട്ടി ചെറുതായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മുത്ത കുഞ്ഞ് ഓൾറെഡി തന്നെ എന്റെ കൂടെ നേരത്തെ തന്നെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങുമായിരുന്നു. അതുപോലെ തന്നെ പെറ്റുണ്ട്, ഗാർഡനിങ്. കുട്ടികൾ അതൊക്കെ ശീലിക്കട്ടെ, പ്രകൃതിയെ സ്നേഹിക്കട്ടെ, ഒരു ചെടിയെങ്കിലും വളരെ അവരതായിട്ട് വെക്കട്ടെ, ഒരു മരമെങ്കിലും. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ സോഷ്യൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മറ്റുള്ളവരോട് എങ്ങനെ അത് പേരൻസ് ഇടപെടുന്ന അനുസരിച്ചാണ്. പേരൻസിന്റെ വോയിസ് ടോൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികളോട് റെസ്പെക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ തിരിച്ചും അവർ നമ്മളോട് പ്രതികരിക്കുള്ളൂ. അല്ലെന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കൊച്ചിലെ തൊട്ടേ നമ്മൾ എങ്ങനെയാ കുട്ടിയോളും എടോ ഇതെങ്ങനെയുണ്ട്, ആ ഒരു എന്താടാ എന്ന് ചോദിക്കുന്നതിനേക്കാൾ പകരം നമ്മളൊരു കുട്ടിയുടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞോടാണെങ്കിൽ പോലും സ്നേഹത്തോടെ ബഹുമാനത്തോടെ അപ്രോച്ച് ചെയ്താൽ തിരിച്ചും നമുക്ക് സ്നേഹ ബഹുമാനങ്ങൾ തന്നെ കിട്ടിയിരിക്കും. 100% ഉറപ്പാണ്. കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഡിസിഷൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ ടീനേജേഴ്സ് ആയി കഴിയുമ്പോഴത്തേനായിട്ട് കുറച്ചൊക്കെ മച്ചുവറായി ചിന്തിക്കാൻ ഞാൻ തീരെ കുഞ്ഞാന്ന് തോന്നണ്ട. ചില കാര്യങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഡിസിഷൻസ്, ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് വിളിച്ച ഒരു അഭിപ്രായം ചോദിക്കാം. കാരണം അവരൊക്കെ നമ്മളൊക്കെ കൂടുതൽ അറിവുണ്ടായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ഓൾഡ് ജനറേഷൻ ആണല്ലോ. ന്യൂ ജനറേഷന് ന്യൂ ടെക്നോളജീസ് ഒക്കെ കുറച്ചും കൂടെ അറിയാൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അവരുടെ സജഷൻസ് ചോദിക്കാം. തീരുമാനം നമ്മുടേതാണെങ്കിൽ പോലും അവരുടെ സജഷൻസിന് ഒരു ഇമ്പോർട്ടൻസ്, അവർക്കൊരു ഇമ്പോർട്ടൻസ്, ഒരു അക്സെപ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഡിസിഷൻ എടുക്കാനും പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അതുപോലെ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ
അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് കുട്ടികൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കാം. എല്ലാം വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പൊ സോഷ്യൽ സ്കിൽസ്, ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ, നമുക്ക് എല്ലാവർക്കും അക്കാഡമിക്കലി ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ 97%, 95 ബിലോ ചിന്തിക്കാനേ പറ്റില്ല. 97, 98 അതൊക്കെയാണ് ഇപ്പൊ എല്ലാവരുടെയും മാർക്ക് ചോദിക്കുന്നവർക്കല്ല. ഇവിടെ എറണാകുളത്ത് ചോദിക്കുന്ന എന്റെ ഫ്രണ്ട്സിന്റെ കുട്ടികളുടെ ഒക്കെ മാർക്ക് അതാണ്. അത് മാത്രം മതി, അത് വേണം. ഡിമാൻഡിങ്. അതിന്റെ കൂടെ മനുഷ്യനായി ജീവിക്കാൻ വേണ്ട ഗുണങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എമ്പതിക്കായിട്ട് പെരുമാറേണ്ടത്, കെയറിങ്, ഒരുപാട് ക്വാളിറ്റി. മറ്റുള്ള നമ്മളിപ്പോ സ്കൂളിലാണെങ്കിൽ പോലും മത്സരങ്ങൾ, ഒരു മത്സരം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ മത്സരം മാത്രമല്ല, മത്സരം വേണ്ടെന്നല്ല, അതിനുവേണ്ടി വാശിയും വൈരാഗ്യവും, എത്രയോ വഴക്കുകൾ അച്ഛനമ്മമാർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നിട്ട് കലാ കായികം എല്ലാം വേണം. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ കുട്ടികൾക്ക് അതിന് വേണ്ട പ്രാക്ടീസ് നമ്മൾ കൊടുക്കണം. പിന്നെ സോഷ്യൽ എൻവയൺമെന്റ്, അത് ഒരുപാട് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ജീവിക്കുന്ന എപ്പോഴും കൂടെ ആയിരിക്കുന്നവർ, കാണുന്നവർ, ഇടപെടുന്നവർ, അക്കാര്യത്തിലൊക്കെ നമുക്കൊരു ശ്രദ്ധ വേണം. കുട്ടികൾ എങ്ങനെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, കാരണം വളരെ പുറമേ നിന്ന് പലതരത്തിലുള്ള ത്രെട്ടുകളും ഉണ്ട് കുട്ടികൾക്ക്, ടീനേജേഴ്സിന്. നമ്മൾ പറഞ്ഞ പോലെ അബ്യൂസുകള്, ഫിസിക്കൽ അബ്യൂസുകള്, സെക്ഷൽ അബ്യൂസുകള്, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം, ആൽക്കഹോള്, ഇതിലേക്കൊക്കെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. എറണാകുളത്ത് ഒരു സ്കൂളിൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് കൗൺസിലിങ്ങിന് പോയത്. പക്ഷെ അവൻ തന്നെ വേദനയോടെ പറഞ്ഞ കാര്യം, മാഡം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അത് കൊടുക്കാൻ അവനെ നിർബന്ധിച്ചപ്പോൾ അവന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ വേറൊരു കൂട്ടുകാരനെ കൊണ്ട് ഇതിന്റെ ഡീലേഴ്സ് കൊടുപ്പിച്ചു. നമ്മൾ ജാഗരൂകരായിരിക്കണം എപ്പോഴും. എന്താണ് പറഞ്ഞത്, നമ്മൾ അറിഞ്ഞിരിക്കണം അവൻ പോകുന്ന വഴികൾ, അവിടെ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങൾ. എന്ന് വെച്ച് നമ്മൾ ഓവർ കൺട്രോൾ ചെയ്യണമെന്നല്ല. കൺട്രോൾ ചെയ്താലൊന്നും നമുക്ക് കിട്ടില്ല ഈ ഏജില്. അവരുടെ കൂടെ ആയിരിക്കുക, ഒപ്പമായിരിക്കുക, വേണ്ട സപ്പോർട്ട് കൊടുക്കുക, വേണ്ട കെയറിങ് ഉണ്ടായിരിക്കുക, സെൽഫ് കോൺഫിഡൻസ് ഉയർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുക, അതാണ് വേണ്ടത്. എക്കണോമിക് സർക്കംസ്റ്റൻസസ്, നമുക്കറിയാം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് പേരൻസിന്റെ എക്കണോമിക് സർക്കംസ്റ്റൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, ക്വാളിറ്റി ഫുഡ് കൊടുക്കണം, ഹെൽത്ത് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പേരൻസ് പ്രിപ്പയർഡ് ആയിരിക്കണം. നാളെ ഒരു കോഴ്സ് 10ാം ക്ലാസ് പാസ്സായിട്ട് പഠിക്കാൻ വരുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ 12th കഴിയുമ്പോൾ അതിനുള്ള പൈസ ഇല്ലാതെ മേലിലോട്ട് നോക്കിയിരിക്കുന്ന അച്ഛനും ആവരുത്, കൈമലർത്തുന്ന. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് അതൊരു മിച്ചം വെക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, നമ്മളത് ഒരു ചെറിയ തുകയാണെങ്കിലും കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ മുതൽ നമ്മൾ 20 വർഷം മുന്നിലേക്ക് കണ്ട് പ്ലാൻ ചെയ്യുക. അത് അവന്റെ ഡെവലപ്മെന്റിന് ആവശ്യമാണ്, അവന് മുന്നോട്ട് പോകാൻ, അവന്റെ വളർച്ചയ്ക്ക്. പിയർ ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇപ്പൊ ജയൻ സാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്നുള്ള പ്രഷേഴ്സ്, സമ്മർദ്ദങ്ങള്, അവിടെ നിന്നുള്ള പല കാര്യങ്ങൾ, വേണ്ടാത്തത് പലതും നിർബന്ധിക്കപ്പെടുന്നു, അത് ചെയ്യാൻ കുട്ടി നിർബന്ധിതമായി തീരുന്നു. അപ്പൊ നല്ല പിയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കുക നമ്മൾ കുട്ടിക്കാലത്തെ തന്നെ ശ്രദ്ധിക്കുക. ആരാണ് കൂട്ടുകാർ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പേരൻസ് ആരാണ്, അവരുമായിട്ടൊക്കെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുക. ശ്രദ്ധിക്കുക, നാളെ ആ കുട്ടി വേണ്ട ചീത്തയെന്ന് പറയുന്നതിന് പകരം ആ കുട്ടിയുടെ പേരന്റ് അത് തന്നെയായിരിക്കും അവനോട് പറഞ്ഞിട്ടുണ്ടാവുക, നീ ആ കുട്ടിയുമായിട്ട്, നമ്മുടെ കുട്ടിയുമായി കൂട്ടുകൂടേണ്ടതായിരിക്കും. അങ്ങനെ ഒരു പേരന്റും പറയാതിരിക്കട്ടെ, അതിനു മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അവെയറായിരിക്കുക. ഞാൻ ഒരു വീഡിയോയുടെ നിങ്ങളെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങളോട് പൊറുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മൂവി. ജോർജ് കുട്ടി പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കാൻ വരുന്നത് അത് നമ്മളുടെ മക്കളിൽ പ്രശ്നമാകട്ടെ, അല്ലെ നമ്മുടെ മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആകട്ടെ, അപ്പൊ അതിനെ തകർക്കാൻ, തന്റെ സ്വന്തം ഫാമിലിയെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും ആകാൻ നമുക്ക് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബരാക് ഒബാമ അമേരിക്കയിൽ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയ വ്യക്തി. അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഉള്ള വ്യക്തിയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, above all, children need our unconditional love, whether they succeed or make mistakes, when life is easy and when life is tough. എന്തെല്ലാം ഉണ്ടായിക്കട്ടെ, തെറ്റുണ്ടായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, കഴിവ് കുറഞ്ഞവരായിക്കൊള്ളട്ടെ നമ്മുടെ മക്കൾ, ഒരുപക്ഷെ വലിയ കഴിവുള്ളവരായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ളതാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് നമ്മൾ അൺകണ്ടീഷണൽ ലവ് ഓഫർ ചെയ്യുക. തെറ്റ് ചെയ്തോ, ജീവിതത്തിൽ വിജയിച്ചോ എന്നുള്ളതിനേക്കാൾ അതാണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുന്നത്. ജീവിതം ഇത്രയേറെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തതുമായിക്കൊള്ളട്ടെ, നമ്മൾ അവരുടെ ഒപ്പം നിന്ന് അവരുടെ മുന്നോട്ട് നയിച്ചാൽ നാളത്തെ നല്ല ഒരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം കൂടുതലായെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ കൃത്യമായി അഡോളസൻസിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒത്തിരി വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സാഹചര്യങ്ങളുടെ ഈ വേലിയേറ്റത്തിൽ നമ്മളറിയാതെ പലപ്പോഴും നമ്മുടെ മക്കളും അവരുടെ ജീവിതങ്ങളും ഒക്കെ പലപ്പോഴും മറന്നുപോകും. അവസാനം കാണിച്ച പിക്ചർ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം കാരണക്കാരൻ മാതാപിതാക്കൾ തന്നെയാണ്. ആവശ്യമില്ലാതെ ലാളിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും താമസിച്ചു പോകുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിൽ ടീനേജിലുണ്ടാകുന്ന ഈ വിഷയങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും പ്രിയപ്പെട്ട ബിബി മാഡത്തിലൂടെ സാധിച്ചു. വളരെയധികം സന്തോഷം. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള സെഷൻസ് കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ പ്രത്യേകം എന്ന് പറയുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഗഹനമായൊരു വിഷയമാണ്. ഫീഡ്ബാക്കുകൾ പറയാം. തീർച്ചയായും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ സാർ. പറഞ്ഞോളൂ. ബിബി ആ പെറ്റ്സിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യം എന്റെ ജീവിതത്തിൽ എനിക്കത് വളരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഞാൻ ജനിച്ച കുടുംബത്തിൽ ഞങ്ങളെ 8 പേരിൽ ഒരാളാണ്. അത്രയും ആളുകൾ ഉണ്ടായിരുന്നാൽ പോലും ഒരു പെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പലപ്പോഴും ഈ വീടുകളിൽ ഒരു കുട്ടിയും 2 കുട്ടികളും ഉള്ളപ്പോൾ തീർച്ചയായിട്ടും പെറ്റ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പ്രത്യേകം തോന്നുന്നുണ്ട്. ബിബി അതിന് ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചത് വളരെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് വരുത്താനായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു പെറ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു ഏക കുട്ടിയാണ് ഉള്ളതെങ്കിൽ പോലും ആ കുട്ടികൾക്ക് പോലും മറ്റു ആൾക്കാരോട് പ്രതികരിക്കുന്നതിനേലും എളുപ്പം ഈ പെറ്റുകളോട് കാര്യങ്ങൾ ചേർന്ന് മനസ്സിലാക്കാനും അതിനോട് സഹകരിക്കാനും സാധിക്കുന്നു എന്നുള്ളത്
ഒരു പ്രത്യേക കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വളരെ ഒരു നല്ലൊരു സൂചനയായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു ബിബി. താങ്ക് യു സർ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്. താങ്ക് യു. Yes, I am Parthasarathi. It's a very excellent session, timely needed. As you are saying, the Corona period, the whole family is within that limit of their house. So, as you said that most of the family, instead of the bondage, conflicts may arise. But I read a few lines in a magazine article. I would like to recall it. Teens have different perception of fun as opposed to adults who are responsible and restrained. For teens, fun entails risk, adrenaline rushes, dangerous challenges, and experimentation. So in this period, due to the hormonal secretion, actually than any other time of their life, so the overactivation and challenging nature is that one of the features found in their life. That's why they are behaving slightly indifferently from adult to group, I think. Very useful session, madam. Thank you very much. താങ്ക് യു സർ. സർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഈ ഒരു സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് വളരെയധികം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഈ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ചുള്ള. കാരണം അവര് എനർജി ആണല്ലോ ഈ ഒരു ഏജില്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ ശരി തന്നെയാണ്. അതും ഒരു തോട്ടിനുള്ള സാർ പറഞ്ഞൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ആക്ച്വലി അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് വരാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. അത് മസ്റ്റാണ്. അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ ഹോർമോൺ സെക്രേഷൻസ് ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊരു വലിയ കെയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വളരെ സന്തോഷം. പാർത്ഥസാരഥി സാർ. സാർ ഒരു TA പ്രാക്ടീഷണറാണ്. സാർ നാഗർകോവിലാണ്. സാറിന് ഒന്ന് കാണിക്കാമോ മുഖം? യെസ്, സൈക്കോളജിസ്റ്റ് ആണ്. താങ്ക് യു സാർ. സാറിനെ കാണാൻ സന്തോഷം. കാണാൻ സാധിച്ചത്. ഗുഡ് ഈവനിങ് പാർത്ഥസാരഥി. തമിഴാണോ പേശുന്നത്? സമയം മലയാളമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. സാർ പറയുമ്പം തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമെന്ന് മാത്രം. മലയാളമൊക്കെ അറിയാം ഒരു ഇംഗ്ലീഷ് പറഞ്ഞപ്പോ അതിനകത്തൊരു തമിഴ് ആക്സെന്റ് ആയി നോട്ടീസ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മള് ഈ അഡോളസന്റ് ഏജില് ഒരു വാക്ക് നമ്മൾ പറയുന്നതാണ്, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ പരിപാടി. അതാണ് അഡോളസന്റിലെ ഒരു ഏറ്റവും ഒരു ഫേമസ് ആയ ഒരു ഡയലോഗാണ്. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട, എന്നെ ഉപദേശിക്കാൻ പറ്റും. അതായത് ഉപദേശത്തിനൊക്കെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായി അഡോളസന്റ്. അതൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം ഉപയോഗിച്ചതാണ്. നമുക്ക് ഈ ഉപദേശം കേട്ട് മടുക്കുന്ന ഒരു സമയമാണ്. ഒന്നും അന്ന് അന്നേരം നോക്കുന്നത് ഈ ആദ്യം നമുക്ക് എതിർക്കുന്നത് അച്ഛനെയാണ്. അവിടെ ആദ്യത്തെ എതിർപ്പ് നമ്മള് ഈ കാലത്തില് അച്ഛൻ ചെയ്യുന്ന ഒന്നും ശരിയല്ല. ചിലപ്പോ തോന്നുന്നുണ്ട് ഈ അമ്മ എങ്ങനെയാ അച്ഛൻ്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ചെന്ന് പോലും തോന്നുന്ന ഒരു സമയമാണ്. എങ്ങനെ സഹിക്കുന്നു അല്ലേ? അങ്ങനെ ശരിയാണ്. ഈ അമ്മ അച്ഛനെ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുന്ന പിള്ളേരെ ചോദിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ കഴിഞ്ഞു പോകുന്ന ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാപ്പ നമ്മളെയൊക്കെ ഒന്ന് വളർത്തിയതെന്ന് നമുക്ക് ഈ കഴിഞ്ഞ ഒരു 10-12 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത്. അതുപോലെ നമ്മൾ ഈ പ്രോത്സാഹനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ദോശ ചുട്ടുന്നതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ നമ്മൾ പറയുന്ന വളരെ ബേസിക്കായ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ അത് വളരെ കുറിക്ക് കൊള്ളുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. കുട്ടികൾ ചെയ്യുമ്പോൾ കുട്ടികളെ സാധാരണ രീതിയിൽ കുട്ടികളെ വീട്ടിലുള്ള സ്ത്രീകൾ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. എന്നാന്ന് വെച്ചാല് വീട് അഴുക്കാക്കും. ഈ സ്ത്രീകൾക്ക് ഒരു സൂക്കേടെന്ന് പറഞ്ഞാൽ വീട് ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും. അവിടെ കുട്ടികളുടെ ചില തോന്നുക അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഒരു ദോശ പോയാൽ അടുത്ത ദോശ ഉണ്ടാക്കാം പറഞ്ഞ പോലെ. എനിക്കതങ്ങ് ഇഷ്ടപ്പെടും, എനിക്കത് കേട്ടു. കാരണം എന്റെ ഭാര്യയുടെ ഒരു സൂക്കേടാണ്. ഒരു കാര്യം ചെയ്യിപ്പിക്കുകയില്ല. ഒത്തിരി ഭാര്യമാരുടെ സൂക്കേടാ സാർ അത്. സാറേ പൊതുവെ അതൊരു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ട് എല്ലാവർക്കും. അതാ വീട് ഇങ്ങനെ വൃത്തിയായിരിക്കണം.
സോഫ സാറേ, സോഫ ഇട്ടാൽ സോഫയിൽ ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനം ഡൗൺ വരികയല്ലേ, നമ്മളിങ്ങനെ തൊലുങ്ങ് വെച്ച് ചുളുക്കം വരും. പിന്നെ എന്തിനാ സോഫ? ഞാൻ പറയും ഇരുന്നിട്ട് അവനവിടെ ഇരുന്നോട്ടെ, കാലൊക്കെ പൊക്കി ഇരുന്നാണ് ആ പറ്റ്. അതെന്റെ വലിയ അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞാല് അത് നമ്മളിന്ന് രാവിലത്തെ സാബു സാറിന്റെ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്താ ഞാൻ പറഞ്ഞു. നമ്മൾ ആ സമയത്ത് കുട്ടികളോട് ചെയ്യുന്ന പെരുമാറ്റമില്ലേ, സാറ് പറഞ്ഞതെന്ന് വെച്ചാല് പേരൻസ് ആണ് നന്നാവണ്ടെന്ന് പറഞ്ഞായിരുന്നു സാറ് രാവിലത്തെ ക്ലാസ്. ആരോ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതല്ല, കുട്ടികളോട് പഠിപ്പിക്കണ്ട, പേരൻസ് പെരുമാറി കാണിച്ചാൽ മതി. അപ്പൊ ഈ പേരൻസോടെ പെരുമാറി. ഇനി ഞാൻ ബിബിയുടെ ഒരു കാര്യം പറയാം. ബിബിയുടെ എല്ലാവരും കൂടെ സന്തോഷിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ ബിബി? സോറി, ഞാൻ ബിബിയുടെ ഒരു പേഴ്സണൽ കാര്യമാണ് പറയാൻ പോകുന്നത്. ബിബിയുടെ ഭർത്താവിന്റെ തറവാട് എന്റെ തറവാടിന്റെ മിന്നലാണ്. അവിടെ ഏറ്റവും താമസിക്കുന്ന ബിബിയുടെ ഭർത്താവിന്റെ അച്ഛന്റെ ഏറ്റവും ഇളയ അനിയനാണ് ഇപ്പൊ തറവാട്ടിൽ താമസിക്കുന്നത്, മാത്യൂസ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് അസൂയയോട് നോക്കുന്ന ഒരു താണ്. അസൂയയോട് ചില സമയത്ത് ഇവർ കുറെ പിള്ളേരും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇവർ വന്നാല് എന്ത് രസമാണെന്നറിയോ അവിടെ. ഞങ്ങൾക്ക് അവിടെ ഇരുന്നാൽ കേൾക്കാം, വീട്ടിലിരുന്നാൽ കേൾക്കാം ഇവരുടെ വീട്ടിലുള്ള ആഘോഷങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്റെ അനിയന്റെ ഭാര്യ പറയും, അതാ രസം, അങ്ങനെ വേണം, എന്ത് ആഘോഷം അവർ ചെയ്യുന്നത് എന്ന് പറയും. എന്റെ അനിയന്റെ ഭാര്യ മായ പറയുന്ന എപ്പോഴും കേൾക്കാം. എപ്പോ ചെന്നിട്ട് മാത്യൂസിന്റെ അവിടെ എന്ന രസമാന്ന് പറയും. അവിടെ അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്ത് ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഓരോരുത്തർ പോയപ്പോ ഞാൻ പറഞ്ഞത് ഫാമിലി ഗെറ്റ് ടുഗദർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് ഒരു ബോണ്ടേജ് അത് എല്ലാവരും കൂടെ കൂടി ഇരിക്കും. സാരി സാറ് പറഞ്ഞ പോലെ ആണെങ്കിലും കൂടെ ഇരുന്നിട്ട് ആ ഒരു പാർട്ടിയില് പലരുടെയും പല വിധത്തിലുള്ള ഹൈപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവരെല്ലാവരുടെ കൂടി ഒന്ന് കൊണ്ടു നടക്കാനുള്ള ഒരു ഇത്, ആ ഗെറ്റ് ടുഗദർ, അത് ബിബിക്ക് എനിക്ക് തോന്നുന്നത് ഭരണങ്ങാനത്ത് സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഗെറ്റ് ടുഗദർ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ട്. ഇവര് സാറ് പറഞ്ഞാൽ അവര് ബ്രദേഴ്സ് 12 പേരാ, 12 പേരാ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ്. ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാരും ഒരുമിച്ച് കൊടുക്ക. അപ്പൊ ഈ കുട്ടികള്, ഞങ്ങളുടെ കുട്ടികളൊക്കെ വെച്ചുകൊണ്ടല്ലോ ഒരു സോഷ്യലൈസ് ചെയ്യാൻ ഏറ്റവും വലിയ അവസരമാണ്. സാർ പറഞ്ഞ കറക്റ്റ് ആണ്, ഫാമിലി ഗെറ്റ് ടുഗദർ. ഏറ്റവും നല്ല കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാനുള്ളത് ഭയങ്കരമാണ് അത്. അപ്പം അത് ഒരു നല്ല ക്ലാസ് ആയിട്ട് എനിക്ക് അതുകൊണ്ട് അതാണ് ഞാൻ ഇത് കേട്ടെ. ഇപ്പം 6 മണിക്ക് നമ്മുടെ മറ്റേ ക്ലാസ് ഉണ്ടായിരുന്നു, അത് പകുതി കേട്ടോണ്ടിരിക്കായിരുന്നു. അത് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ നല്ല ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് ചെറിയ കാര്യങ്ങളിലാണ് എനിക്ക് അതിനകത്ത് ഇത് കിടക്കുന്നത്. വളരെ ചെറിയ കാര്യം. ഒരു പ്രാവശ്യം വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് 14 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അഡോളസെന്റ് ആയ ആൾക്കാരെ എങ്ങനെയും കൂടെ നിർത്തണമെങ്കിൽ കുറച്ച് അവരോട് ഇച്ചിരി സോപ്പൊക്കെ ഇടണം. ആ സോപ്പ് ഇടാനായിട്ട് അച്ഛനും അമ്മയും പഠിക്കേണ്ട ഒരു സമയമാണ്. അതല്ലാതെ അവർക്ക് തോന്നുന്ന എല്ലാം ചെയ്തു കൊടുക്കുക അല്ല ചെയ്യുന്നത്. പറയേണ്ടിടത്ത് പറയുകയും സ്റ്റോപ്പ് ചെയ്യാൻ. താങ്ക് യു ബിബി ഫോർ എ ഗുഡ് ക്ലാസ്, വണ്ടർഫുൾ സെഷൻ. സാബു സാറേ ഞങ്ങളുടെ നാട്ടുകാരിയാട്ടോ. സാറേ ഞാൻ പറയായിരുന്നു, ഈ വിദേശ സംസ്കാരമാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടുകയും ഗ്രൂപ്പ് കൂടുന്ന സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലാ. ഞങ്ങളെങ്ങനെ അടിച്ചു പൊളിക്കുന്ന ടീമുകളാ. അവിടെ ചിലയൊക്കെ ഉണ്ടോ? അതൊക്കെ കാണാം, അതൊക്കെ മേമ്പടിയാ സാറേ. അല്ല സാറേ, ഹലോ ബിബി, നമ്മള് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ മായ സൂസൻ, കോട്ടയം ഗിരിദീപത്തിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. ഒത്തിരി സന്തോഷം, പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ഓക്കെ, നല്ല എക്സ്പ്ലനേഷൻ. ഇപ്പൊ സുരേഷ് സാർ പറഞ്ഞ പോലെ ആ ദോശ ചുടുന്നതൊക്കെ പറയുമ്പോഴേ അത് ഒത്തിരി നമ്മളെ ടച്ചിങ് ആവും. അതുപോലെ ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ദോശ ചുട്ട കൊച്ച ഏതാണെന്നറിയാമോ? നല്ല കാര്യം. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അപ്പൂപ്പന്റെ മുഴുവൻ പേരോ അമ്മൂമ്മയുടെ മുഴുവൻ പേരോ അവരുടെ നാടോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിലാണ് അത് വളരെ വളരെ കുട്ടികൾ പഠിച്ചെടുക്കുന്നത്. എല്ലാരും കസിൻസ് ആണല്ലോ ഇപ്പോഴും. അപ്പൊ അതൊക്കെ നല്ലൊരു പറഞ്ഞൊരു നല്ല കാര്യമാണ്. പിന്നെ ബിബി ഒന്നുകൂടെ നോട്ടീസ് ചെയ്തോണം, ഈ WHO അഡോളസൻസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 തൊട്ട് 19 വയസ്സ് വരെയാ. അതെ, ഞാനും അത് 10 തൊട്ട് 19 വരെ എന്നുള്ളത് അല്ലേ? 10 തൊട്ട് 19 വരെയാണ്. അപ്പൊ നല്ലൊരു ക്ലാസ്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ഞാനിങ്ങനെ എവിടുന്നോ കിട്ടിയവരിൽ വെച്ച് കയറിയ വിങ്സിന്റെ പ്രോജക്റ്റ് എന്താന്ന് എനിക്ക് അറിയത്തില്ല.
എനിവേ ആ ടീം വർക്കിന് വളരെ വളരെ അനുമോദനങ്ങൾ തരിക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മായാമ, ഒത്തിരി സന്തോഷം ഇങ്ങനെ എങ്കിലും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ. നമ്മുടെയൊക്കെ കൗമാരകാലത്ത് ഇത് കൗമാരമാണെന്നൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. നമുക്ക് അതെ. ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇങ്ങനത്തെ പല ക്ലാസ്സുകൾ കേൾക്കാനും ഒക്കെയാണ്. നമ്മുടെ കാലത്ത് അങ്ങനത്തെ ഒരു സൗകര്യമേ ഇല്ലായിരുന്നു. വളർന്നു പോകുന്നത് ഇത് എന്താണ് മാറ്റം എന്നൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഓക്കെ, ശരിയാ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു. മായ മാം ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറമുള്ള സ്കൂളല്ലേ? എന്താ സാറേ? ഗിരിദീപം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറമുള്ളതാണോ? അതല്ല, അത് MD സാർ, അത് MD. അതല്ല, റബ്ബർ ബോർഡിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു സ്ഥലമല്ലേ? അല്ല സാർ, കളത്തിപ്പടി കോട്ടയത്ത് ഇത് നമ്മളെ മണ്ണാട്ടിന് പോകുന്ന വഴിക്ക് കളത്തിപ്പടി. എന്റെ സ്ഥലം മാവേലിക്കരയാ, ഞാൻ ജോലി ചെയ്യുന്ന കോട്ടയം. മായ മാം എന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒരു മെസ്സേജ് എനിക്ക് തന്നാൽ ഞാൻ ആ ഗ്രൂപ്പിലാക്കാം. ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും അതുപോലെ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ സെൽഫ് അവയർനെസ്, പ്രത്യേകിച്ച് പേരന്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒത്തിരി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്മൾ ആ ഗ്രൂപ്പിൽ നമുക്ക് കണക്ട് ആവാം. ഞാൻ കോട്ടയത്ത് തന്നെയാണ്, നമ്മൾ കോട്ടയത്താണ് ഇത് ചെയ്യുന്നത്. എവിടെയാ സാറേ കോട്ടയം? കോട്ടയത്ത് ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നത്. കോട്ടയം ടൗണിൽ തന്നെയാണ്, തിരുനക്കര. ഞാൻ BSNL-ലായിരുന്നു, കോട്ടയം BSNL-ലായിരുന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. എനിക്കൊരു 7:30 ഒരു വേറെ സെഷൻ. തീർച്ചയായും താങ്ക് യു സർ. താങ്ക് യു. ബൈ. സാറേ അടുത്ത ആഴ്ച ജയന്തമ്പൂരി സാറിന് അടുത്ത ദിവസം ജയന്തമ്പൂരി എനിക്കറിയാം. അടുത്ത ദിവസം പറഞ്ഞു 5-ാം തീയതി. ഞാൻ സൂയിസൈഡ് ചെയ്യും 5-ാം തീയതി. സാറ് സൂയിസൈഡിന് ചില പ്രത്യേക അല്ല ഞാൻ 5-ാം തീയതി സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. ഇന്നലെ സുരേഷ് ബാബു സാർ ചോദിച്ചേ മരണത്തെ കുറിച്ച് ചോദിച്ചപ്പോളേ, അവിടെ എന്താ വെച്ചാൽ മരണം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ദുഃഖത്തിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ സന്തോഷമാണ്. അപ്പൊ മരണത്തെ കുറിച്ച് മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സദ്യ കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. കാരണം സദ്യ കഴിക്കാൻ വരുമ്പോ ഒരാൾ നെഞ്ചത്ത് അടിച്ചെല്ലാം കഴിക്കണം, അവര് സന്തോഷത്തോടെ കഴിക്കുകയാണ്. അപ്പൊ മരണത്തിനുള്ള ഫിയർ ഓഫ് ഡെത്ത് മാറും. സാർ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളത്. ഈ സമയത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു ക്ലാസ്സാണ് സാറേ. കാരണം എല്ലാവരും ഇങ്ങനെ കൊറോണയൊക്കെ ചിലതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ പേരെടുത്ത് പറയാൻ പറ്റില്ല, 23,000 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അവർ ഈ കൊറോണ ക്ലോസ് ചെയ്തിട്ട് 2 മാസം മുമ്പ് അവർ കുട്ടികളെ വിളിപ്പിച്ചു വരാൻ പറഞ്ഞു. 15,000-ഓളം കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർ അന്നേരത്തിനും അവിടെ 2,000-ഓളം കുട്ടികൾക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഒരു റിപ്പോർട്ട് വന്നു. സാറേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 2 കുട്ടികൾ ആത്മഹത്യ, ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ ഹാർട്ട് അറ്റാക്ക് മരിച്ചു. അവര് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, ഡീംഡ് യൂണിവേഴ്സിറ്റി അവര് ഇത്രയും പിള്ളേരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർ തിരിച്ചു പോക്കളാൻ പറഞ്ഞു. ഈ 2,000 പേർക്ക് അതിനകത്ത് കോളേജിൽ അവിടെ പഠിക്കാൻ വന്നതിലുണ്ടെന്നുള്ള പേര് തന്നെ ഒരാൾ അന്നേരം ആത്മഹത്യ, അടുത്തവൻ ഹാർട്ട് അറ്റാക്ക് മരിക്കുക. ഇതാണ് സിറ്റുവേഷൻ. പിന്നെ ഇന്നിപ്പോ ബാംഗ്ലൂർ ഇപ്പൊ ഇവിടെ 12 വരെ റിലാക്സേഷൻ ഉണ്ട്. എല്ലാവരും ഇറങ്ങി റോഡിൽ കൂടെ നടക്കുക. അപ്പൊ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു വെച്ചാൽ മരണഭയം ഇല്ല ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് ഇതിനൊരു ഗുണമുണ്ട്, മറ്റുള്ള രോഗം പോലെയല്ല. മറ്റുള്ള രോഗം വന്ന ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വിഷമിക്കണം. ഇതാകുമ്പോ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിന്റെ സംഗതി തരും, നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കട്ടെ. ഇതിനൊരു പോസിറ്റീവ് ഇത് നമുക്ക് പ്രൊലോങ് ചെയ്യേണ്ട പരിപാടിയില്ലല്ലോ. ഇത് മാക്സിമം 48 മണിക്കൂർ ഇപ്പൊ ബാംഗ്ലൂർ തീരുന്നുണ്ട്. പിന്നെ പേടിക്കേണ്ടത് വല്ലാതെ ആൻസൈറ്റി കൂട്ടും, ആൾക്കാരുടെ സ്ട്രെസ് കൂട്ടുവാണ്. അല്ല ഇപ്പൊ ചെലവ് കുറവല്ലേ മരിച്ച സാറേ? ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നൊരു തോന്നലാ ഇതൊക്കെ സമ്മതിക്കാതെ വരുന്നത്. അപ്പൊ ശരി സാറേ, ഞാനൊന്ന് ഓക്കെ താങ്ക് യു സർ. ബിബി മാഡത്തിന്റെ നമ്പർ ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. രാജു സാർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തോമസ് അച്ഛൻ കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. വെൽക്കം അച്ഛൻ. ഞാൻ രാവിലെ താമസിച്ചായിരുന്നു, തിരക്കായിരുന്നേ. പറ്റുന്ന സമയത്തൊക്കെ സംബന്ധിക്കാന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ബുധനാഴ്ച കയറാന്ന് ഓർത്തിരിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. തോമസ് അച്ഛൻ കോട്ടയത്താണ്. തോമസ് പള്ളിയാമ്പിൽ യാക്കോബായ സംഘത്തിലുള്ള അച്ഛനാണ്. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അച്ഛൻ ഇതുപോലെ സൈക്കോളജി ഒക്കെ ആയിട്ട് വളരെയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
ഓക്കെ സാർ, ക്ലാസ് നന്നായിരുന്നു. മോളെ ക്ലാസ് ഒത്തിരി ഭംഗിയായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫാദർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ബ്ലെസ്സിങ് കിട്ടാന്ന് പറഞ്ഞ വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ. ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒത്തിരി പിള്ളേരെ രക്ഷിക്കാൻ പറ്റും. പേരൻസിന് നല്ല അവയർനെസ് ഉണ്ടാവും. തീർച്ചയായും. താങ്ക് യു അച്ഛാ. സാറേ, ഞാനിപ്പോ ഈ പേരൻസിനും മുത്തശ്ശി അറിയാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചൊരു പുസ്തകം എഴുതി. DC ആണ് അത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. നാം അറിയാം നമ്മെ അറിയാം. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ ഒന്ന് അയച്ചു തരൂ മാം. ഒരു അതിന്റെ ഫ്രണ്ട് പേജ് ഒന്ന് അയച്ചു തരൂ. സാറിന്റെ ഈ നമ്പറിലേക്ക് അയച്ചാൽ മതി അല്ലേ? ഈ നമ്പറിൽ ഒന്ന് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? ഇതിലെന്താ പ്രത്യേകിച്ച് പറയാനോ? ഇതിലെ സാറേ എന്ത് പറഞ്ഞാലും ആത്മഹത്യയിലേക്ക് പോകും. ആത്മഹത്യല്ല, ഇതിൽ വരുന്ന വേറെ പ്രശ്നം സൂയിസൈഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അന്ന് പോയിട്ട് അല്ല, അന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റിയെങ്കിൽ പോയി ചെയ്തേനെ. അതുപോലെ ഇമോഷണൽ ആയിട്ടാണ് ചെയ്തത്. ഞാൻ ആലോചിച്ചു എങ്ങാനൊരു കയർ അവിടെ കിടന്നെങ്കിൽ തൂങ്ങിച്ചാവോന്ന് തോന്നി. കാരണം ഓരോ കേസ് വന്നിട്ട് ഇന്ന് കരയാണേ. ആ ക്ലയന്റിന്റെ മുന്നിൽ നിന്നാ കരഞ്ഞ് ക്ലയന്റ് ഇറങ്ങിപ്പോ ഇവരാരെങ്കിലും കൊണ്ടുപോണ്ട് എന്നുള്ള രീതിയിൽ വരും. ഇതിൽ വേറെ വിഷയം എന്താ വെച്ചാൽ ഈ കുട്ടികളെ ഈ പ്രായത്തില് എന്തെങ്കിലും ആവശ്യപ്പെടാൻ തുടങ്ങുമ്പോ ഈ ആവശ്യം പറയുന്ന സാധനങ്ങൾ ആവശ്യമാണോ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് തിരിച്ച് കൊടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ പാരന്റ്സിൽ ഒരാൾ പറയും നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇത് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് കൊടുത്തുകൂടെയെന്ന്. ഇനി അതിന് എന്തെങ്കിലും തടസ്സം കാണിച്ചാൽ പോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളോട് സ്നേഹമില്ല. കാരണം നമ്മുടെ പണ്ടത്തെ വാനിറ്റി ബാഗ് പോലെയാണ്. കാരണം അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്കുണ്ട്, എൻ്റെ വീട്ടിലെ കുട്ടിക്ക് ഇല്ലെങ്കിൽ മോശമാണ്. അപ്പോൾ അവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഇപ്പം നാളൊരു ഏകദേശം 13 വയസ്സുള്ളൊരു പയ്യനെ ഹോസ്പിറ്റലിൽ വിട്ടു. ഒരു സ്കൂളിൽ നിന്ന് വിട്ടതാണ്. അപ്പോൾ അവിടെ അധ്യാപകൻ പറഞ്ഞത് എന്നെ വന്ന് കണ്ടാൽ മതി, ഒക്കെ ശരിയാവുമെന്നാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 13 വയസ്സുള്ള പയ്യന് 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് ഉണ്ട്. രണ്ടാമത് ഏകദേശം 25,000 രൂപയുടെ മൊബൈലുണ്ട്. പിന്നെ അവൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരൻസിനോട് കൊടുത്ത സാധനം എന്താ വെച്ചാൽ, ഒരു പാരൻസിൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ 2 നിങ്ങൾ തീർത്തു കൊടുത്തു. ഒന്ന് വണ്ടി വാങ്ങിക്കൊടുത്തു, ഒന്ന് മൊബൈൽ വാങ്ങിക്കൊടുത്തു. 3ാമത്തെ സാധനം കല്യാണമാണ്. നാളെ പോയിട്ട് കല്യാണം നടത്തിയിട്ട് മകൻ്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ പോളിസി ചേരുക. നോമിനിയായിട്ട് അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ചേർക്കുക. 2 വർഷം ഞാൻ ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾക്ക് പൈസ ഒരു മകൻ എത്ര കാലം നടത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം നഷ്ടപ്പെട്ട് എന്താ ചെയ്യുക ചോദിച്ചു. പോലീസിൽ കംപ്ലൈൻറ്റ് എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിധി, അങ്ങനെയാണെങ്കിൽ പോയിട്ട് കഴിവേണ്ടി ബൈക്ക് തല്ലി തകർക്കാൻ പറഞ്ഞു. കാരണം ഓടാൻ പറ്റാത്ത അവസ്ഥയാക്കുക. അതുപോലെ ഇവൻ്റെ മൊബൈൽ എടുത്ത് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് കുനിയുക, നേരെ മൊബൈൽ വെള്ളത്തിൽ വീഴുക. പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾ പോയി ചെയ്തോളാൻ പറഞ്ഞു. ആൾ പോയി ചെയ്തു. എല്ലാം കറക്റ്റായി വരുന്ന സമയത്ത് വൈഫ് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മോനെ ഇഷ്ടമില്ല, ഇതെൻ്റെ നിങ്ങളുടെ മോനല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ആരൊക്കെ കറക്ഷൻ വേണ്ട? ഇതാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് വേണമെന്ന്. അങ്ങനെയുണ്ട്, ശരിയാ. തനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം തന്റെ മക്കൾ അനുഭവിക്കണം എന്നുള്ള ചിന്ത. അതാണ് വാനിറ്റി ബാഗ്. കാരണം പണ്ട് കാലത്ത് നമ്മളൊരു ഡെലിവറി അതായത് ബന്ധുക്കളായാലും ശരി അയൽപ്പക്കത്തായാലും ശരി കാണാൻ പോകുമ്പോൾ കുട്ടിക്ക് കൊടുക്കണത് ജോൺസന്റെ ആ ഒരു കിറ്റ് കിട്ടും. അതുപോലെ അമ്മയ്ക്ക് അന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഫ്രൂട്ട്സാണ് കൊടുക്കുക. ആപ്പിളിനെ വിലമെങ്കിൽ ആപ്പിൾ, മുന്തിരിയെങ്കിൽ മുന്തിരി, ഓറഞ്ചെങ്കിൽ ഓറഞ്ച്, ഏതാണ് വില കുറവെന്നാണ്. ഇപ്പോഴും ഡെലിവറി നടക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് കൊടുക്കണത് ഏറ്റവും വില കുറഞ്ഞ ഫ്രൂട്ട്സ് തന്നെയാണ്. പക്ഷെ കുട്ടിക്ക് കൊടുക്കണതോ മൊബൈലാണ്. അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയുന്നതാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ അയൽപ്പക്കാർ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പൊ അവിടെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്താന്ന് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ കാലം ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ അത് ഇപ്പൊ മിക്കവാറും സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ അഡോളസൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഭയങ്കര പ്രശ്നം പിടിച്ച ഏജാന്നാണ് പറയണത്. ഈ ഭയങ്കര പ്രശ്നം പിടിച്ച ഏജാന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഈ പ്രായം കഴിഞ്ഞതാ പറഞ്ഞു. അപ്പൊ അത് ആ പിയർ ഗ്രൂപ്പിന്റെയും പാരൻസിന്റെയും ഇൻവോൾവ്മെന്റ് എങ്ങനെയുണ്ട് അതുപോലെ ഇരിക്കും. ഒരിക്കലും പാരൻസ് മക്കളെ ഫ്രണ്ടായിട്ട് കാണാൻ പാടില്ല. മിക്കവാറും പറയണത് ഇതെൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നാണ് പാരൻസ് പറയണത്. ഈ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടെത്താൻ പറ്റും, പക്ഷെ ഒരിക്കലും പാരൻസിനെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ വേണ്ടത് ഫ്രണ്ട്ലി അപ്രോച്ചാണ്. ഈ ഫ്രണ്ട്ലി അപ്രോച്ച് നടത്തുന്നുണ്ടെങ്കിൽ എന്താ അടുത്ത ഗുണം എന്താ വെച്ചാൽ, നോ പറയേണ്ട സമയത്ത് നോ പറയാൻ പറ്റും. ഫ്രണ്ട് ആകുമ്പോൾ നോ പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻ, കാരണം ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാവണു.
ഇത് ഫ്രണ്ട്ലി അപ്രോച്ചാണ്. ഇത് എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ അത് അവർക്ക് സെലക്ട് ചെയ്യാൻ ഇത് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും വലിയ തലവേദന പിടിച്ച ഏജ് ആണ് നേരെ നോക്കി കഴിഞ്ഞൊരു പ്രശ്നമില്ല. അതുപോലെ ഇപ്പോൾ അടുത്ത് ഇതിൽ എന്താ വെച്ചാൽ ഇതിൽ വരുന്ന അടുത്ത സാധനമാണ് പ്രണയം. അത് ലവ് മാരേജും ഉണ്ട്, അറേഞ്ച് മാരേജും ഉണ്ട്. ഈ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് എങ്ങനെയാണ് ബിമാഡത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഉള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസിലുള്ള അനുഭവം? ഒരാൾ പ്രണയം എന്ന് പറഞ്ഞു, ആ കപ്പിൾസ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫാമിലി വരികയാണ്, എൻ്റെ മോനെ ഇങ്ങനൊരു പയ്യൻ പ്രേമിക്കുക അല്ലെങ്കിൽ എൻ്റെ മോള് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? കാരണം പ്രണയിക്കുന്ന സമയത്ത് അവർ ലവ് ബേർഡ്സ് ആണ്, കല്യാണം കഴിഞ്ഞാൽ ആംഗ്രി ബേർഡ്സ് ആവും. പ്രണയിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നാട്ടുകാർ കേൾക്കില്ല, അത് കഴിഞ്ഞ് അവർ പറയുന്നത് അവർ കേൾക്കില്ല, നാട്ടുകാർ കേൾക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റുക? ഇത് എനിക്കൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യം തന്നെയാണ് സാറേ ചോദിച്ചത്. റിയൽ, കാരണം പ്രണയം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ തോന്നുന്ന അത് എത്രത്തോളം അതിന്റെ ഒരു ഡെപ്ത് ഉണ്ടെന്നും അതുണ്ടെന്നുള്ളതും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തോന്നുന്ന പ്രണയം അതല്ല, അതെ, അവിടെ ലസ്റ്റിന് മാത്രമേ പ്രത്യേകതയുള്ളൂ, പ്രാധാന്യം കൂടുതലും അതാണ്. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വന്നാൽ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം. അപ്പൊ ആ സൊല്യൂഷൻ കൊടുക്കാനായിട്ട് എന്താണ് ചെയ്യുക? സൊല്യൂഷൻ കൊടുക്കാൻ ഞാൻ പഠിച്ച കാര്യം വെച്ച് ഞാൻ ചെയ്തു വെച്ച് പറയാം സാറിന്റെ അടുത്ത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് സൈക്കോതെറാപ്പി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഒരു ഫാദറാണ്. ഫാദർ എന്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ട്രെയിൻ തന്നപ്പോ ഇങ്ങനെയാണ്. അപ്പൊ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് പേരൻസിനെ കൂടെ ഇൻവോൾവ് ചെയ്യുക. അപ്പൊ മിക്കവാറും പ്രണയിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ആ ഒരു സമയത്ത് പ്രാധാന്യം പേരൻസിനെക്കാട്ടിലും ആ പ്രേമിക്കുന്ന പയ്യനാണല്ലോ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന അച്ഛനും അമ്മയും കുട്ടിയായിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ അച്ഛനാണ് ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെന്റ് അല്ല കുട്ടിക്ക്. അതായത് അച്ഛനും ആ പുരുഷനാണ്, മറ്റേ ആൾ ഒരു പുരുഷനാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയ കോൺഫ്ലിക്റ്റുകളുണ്ട്. അപ്പൊ അച്ഛന്റെ സ്നേഹം, അച്ഛന്റെ ആ ഒരു അറ്റാച്ച്മെന്റും എത്രമാത്രം ആ കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അത് ആ ഒരു സമയത്ത് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. 2-3 അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. എന്റെ കാഴ്ചപ്പാടില് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയെ പ്രണയത്തിൽ വന്നു കഴിഞ്ഞാൽ അവരല്ലാതെ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി വന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ പാരൻസിനോട് പറഞ്ഞു. അപ്പൊ ആൺകുട്ടി വന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു കുട്ടിയെ ഇഷ്ടമാണ്, ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണം പറയുമ്പോൾ ഇവർ നമ്പർ കളക്ട് ചെയ്തിട്ട് ആ മറ്റേ വീട്ടിലെ കുട്ടിയുടെ പാരൻസായിട്ട് സംസാരിച്ചിട്ട് ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് രണ്ടുപേരും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. അത്രയും കാലഘട്ടത്തിൽ ഇവർ യാതൊരു വക കറക്കം ഉണ്ടാവില്ല, അനാവശ്യമായിട്ട് ഫോൺ വിളിക്കലും ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റിയൽ ആയിരിക്കും. കാരണം ഫോൺ വിളിക്കുമ്പോൾ അവർ മിക്കവാറും ഉപയോഗിക്കുന്ന സമയം രാത്രിയാണ്. രാത്രി ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് നമ്മുടെ അന്തരീക്ഷം വളരെ കാമൻ ക്വയറ്റാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂളിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് മൂളും. ഈ മൂളിച്ച ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഒരു എന്ന് ചാടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇതാണ് ഒരു സാധനം പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു കേസിന് തന്നെ ഞാൻ ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം സോപ്പ് കുമിളയായിരുന്നു. അവരിൽ നിന്ന് തിരിച്ചു പോയത് എനിക്ക് പാരൻസിൻ്റെ കൂടെ പോയാൽ മതി പറഞ്ഞിട്ടാണ് അവർ പോയത്. ഒരെണ്ണം റിയൽ ആയിരുന്നു. ഞാൻ പോലും ഞെട്ടിത്തെറിച്ചു അവരുടെ വിഷം കണ്ടിട്ട്. ഞാൻ അവർക്ക് ആ പെൺകുട്ടിക്ക് ഷെയ്ക്കൻ്റെ കൊടുത്തു. അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു എൻ്റെ ജോലിയിൽ കല്യാണം നടത്തി കൊടുക്കില്ല, ഡൈവേഴ്സ് ആക്കലോ അല്ല. ഞാൻ അമ്പലത്തിൽ മേശാന്തിയാണ്, അവിടെ വരുമ്പോൾ കല്യാണം നടത്തി, അത് വേറെ ലെവലാണ്. പക്ഷേ നിങ്ങൾ ഇതിന് കല്യാണം നടത്തി കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരാളോട് ഞാൻ ജന്മത്തിൽ പറഞ്ഞിട്ടില്ലത്. പക്ഷെ അത് വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ആ കുട്ടി പഠിച്ച രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ബിടെക്കിന് പഠിച്ചിട്ട് ആ കോളേജിൽ ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല അവർ പ്രണയത്തിലായിരുന്നു. അവർ അത്രയും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ടീച്ചേഴ്സിന് വരെ ഇവർ പ്രണയത്തിലായിരുന്നു പറയാനുള്ള കഴിവുണ്ടായിരുന്നു, അറിവില്ലായിരുന്നു. അത്രയും പരിശുദ്ധമായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അവരുടെ ലൈഫ് എന്താന്ന്, പിന്നെ എന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ ഒരിക്കലും പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. രണ്ടുപേരുടെയും ചിന്താഗതി സെയിമാണ്.
അതാ പറഞ്ഞത്. അതിപ്പോ വരില്ല ഇപ്പോഴത്തെ വളരെ റെയർ ആണ് അങ്ങനെയൊക്കെ അല്ലേ? വളരെ റെയർ ആണ് സാർ അങ്ങനെ. നമ്മളിപ്പോ സംസാരിച്ചു വരുമ്പോ നമുക്കറിയാം അതിനകത്ത് അത്ര ആഴമില്ല എന്നുള്ളത്. കുട്ടികളോട് കൂടുതൽ സംസാരിച്ചു വരുമ്പോ സാർ പറഞ്ഞ പോലത്തെ കേസ് അങ്ങനെയുള്ളതാണെങ്കിൽ എപ്പോഴും നമ്മള് ഒരിക്കലും അതിനെ എന്താ പറയുന്നേ, അതിനെ തള്ളിക്കളയാൻ പാടില്ല. അത് നമ്മൾ മാനിക്കണം. അത്രയും ലക്ഷം കപ്പിൾ വരണേ. അതെ അതെ അതെ. 10 കപ്പിൾ ലക്ഷം കപ്പിൾ വരണം. കാരണം നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇത് തെറ്റാണ്. ഒരിക്കലും ഫസ്റ്റ് സൈറ്റിൽ ലവ് ഉണ്ടാവില്ല, അത് ലസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെ, അത് ശരിയാണ്. ഇപ്പോഴത്തെ ഒട്ടും തന്നെ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കിടയിൽ അവർക്ക് അതൊരു പ്രശ്നവുമല്ല കേട്ടോ. പഴയതുപോലെ ഒരാള് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ആളിലേക്കാവും. ഇപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌണില് SLC എക്സാം നീട്ടിവെച്ച സമയത്ത് മാത്സ് എക്സാമിന്റെ തലേദിവസം രാത്രി 12 മണിക്ക് ഈ പെൺകുട്ടി വീട്ടിലേക്ക് ഒരു പയ്യനെ വിളിച്ചു കയറ്റി. 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കയറാൻ പറ്റാത്തതുകൊണ്ട് കുട്ടിയുടെ അമ്മയെ വിളിക്കാൻ ഒപ്പം വന്ന ആള് പോയിട്ട് അകത്ത് അമ്മയ്ക്ക് കയറാൻ പറ്റില്ല. ഈ ഗ്യാപ്പിൽ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ രാത്രി 12 മണിക്ക് ഈ പയ്യനെ വിളിച്ചു വരുത്തിയാന്ന് ചോദിച്ചുള്ളൂ. ഉടൻ പറഞ്ഞ സാറ് വിചാരിച്ചപ്പോൾ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ എന്തിനാ വിളിച്ചു വരുത്തിയത്, നിങ്ങൾ എന്താ ചെയ്തതെന്നല്ല ചോദിച്ചു. പറഞ്ഞു ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? അവിടെ എല്ലാം കഴിഞ്ഞതാണ്. 1 മണിക്കൂർ സമയം കിട്ടിയില്ലേ അവർക്ക് ധാരാളമായി. കാരണം ചെന്നില്ലെങ്കിൽ ഇവര് ബ്ലെയിം ചെയ്യേ, നിന്നെ നീ ആണല്ലേ ഒറ്റ ചോദ്യമാണ് കഴിഞ്ഞു. അതെ അതെ അതെ. ഇവര് എന്തുണ്ടെങ്കിലും ഈ ആൺകുട്ടികൾ തമ്മിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. ഫോട്ടോസോ വീഡിയോസോ. എനിക്ക് ഭയങ്കര ഡേഞ്ചർ. ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞെടുപ്പുണ്ട് ഇതിന്റെ. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ആണ്. അതെ. ശരിക്കുള്ള ഇന്റൻഷൻ ഒന്നും അറിയാതെയാണ് അധികവും കുട്ടികൾ അങ്ങനെ പോയി ചെന്ന് പെടുന്നത്. പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പിന്റെ പ്രഷറിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടും. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും വീട്ടിൽ പറയാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അതിന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. പക്ഷെ അതിന് ഇപ്പോൾ ഒരു ഇമോഷണൽ ഇംബാലൻസിങ് ഇല്ലല്ലോ കുട്ടികൾക്ക്. രണ്ടാമത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണില്ല. ഷെയറിംഗ് ഇല്ല, അതാണ് മെയിൻ പ്രോബ്ലം. അതെ, ഷെയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആട്ടോ. അതിപ്പോ 3 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും യൂണിക്, ഓരോരുത്തരും ഡിഫറെന്റ് ആണല്ലോ അവരുടെ ക്യാരക്ടർ. അപ്പൊ അതനുസരിച്ച് ചില കുട്ടികൾ ഷെയർ ചെയ്യും, ചിലര് ഷെയർ ചെയ്യില്ല. എന്തുണ്ടെങ്കിലും ഉള്ളിലേക്ക്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയാണ് പേടിക്കേണ്ടത്. ഷെയർ ചെയ്യാതെ ഉള്ളിൽ വെച്ച് നമുക്ക് മറ്റു കുട്ടികളെ നമുക്കറിയാം. ഒരു ആൺകുട്ടിയോട് മിണ്ടിയാലും അതൊന്ന് നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കുട്ടീനെ നമുക്കറിയാം. കുറച്ചും കൂടെ സംസാരിക്കത് ഓപ്പൺ ആയിട്ട്. എന്താണ് നടന്നത്, എന്താ കഴിച്ചത്, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചോ, അത് പറയുന്ന കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിന് എവിടെ വരെയും പോകും എന്നുള്ള അറിയാം. അതിന്റെ ഇമോഷണൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാം. മറ്റേ കുട്ടിയാണ് വലിയ പാട്. അത് ഒളിച്ചിരിക്കും. ഒരു കുട്ടി 1 മണി രാത്രിയായപ്പോ ഇറങ്ങിപ്പോയി. അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്തെന്ന് ബോധം കിട്ടും. 1 മണി രാത്രിയായപ്പോ വീട്ടിൽ ആരും അറിഞ്ഞില്ല. 4 മണിയായപ്പോ അവള് വന്ന് കയറി. ഇവിടെ എറണാകുളത്ത് നടന്നാണ്, ഇവിടെ തൊട്ടടുത്ത്. 2-3 ദിവസം ആവർത്തിച്ചപ്പോ സെക്യൂരിറ്റി കണ്ടുപിടിച്ച കോമ്പൗണ്ടിലുള്ള. അങ്ങനെയാണ് പേരൻസ് അറിയുന്നത്. എന്നിട്ട് CCTV ക്യാമറ ചെക്ക് ചെയ്തു. ഒരു പെൺകൊച്ചു പോകുന്ന കണ്ടു എന്നും പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ കുട്ടിയാണെന്ന് മനസ്സിലായത്. ആ സമയത്ത് അസാമാന്യമായ ധൈര്യവും. അതെ. ഇത് വേറെ ഒന്നും ഇല്ല. ഇതാണ് അവരുടെ ആ ഒരു സമയത്തെ തോന്നല്. ബാക്കി പേടിയോ ഒന്നും ആ ഒരു സമയത്ത് അതൊന്നും അവരെ ബാധിക്കുന്നില്ല. മറ്റു ചിന്തകളൊന്നും. ഓക്കെ, ഇപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം വളരെ നന്ദി ബിബി മാം, അതുപോലെ തന്നെ ജയൻ സാർ ഷെയർ ചെയ്ത എല്ലാവർക്കും, തോമസ് അച്ഛൻ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. പാർത്ഥസാരി സാർ. ബുധനാഴ്ച അറ്റൻഡ് ചെയ്യണം. ഒരു ഗ്ലാസ് വെള്ളം കൂടിയും കൊണ്ടുവരണം. ബുധനാഴ്ച എല്ലാവരും അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി കൊണ്ടുവരണമെന്ന് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2 ഗ്ലാസ് എടുത്തോളാം. ആയിക്കോട്ടെ. വെള്ളം കുടിപ്പിക്കാനാ സാർ പരിപാടി. കാരണം കെട്ട് ശരിയായില്ലെങ്കിൽ പ്രശ്നമല്ലേ. അപ്പൊ വീണ്ടും കെട്ടണ്ടേ. അപ്പൊ കൈയൊക്കെ വിറച്ചിട്ടുണ്ടെങ്കിൽ വന്നു വെള്ളം കുടിപ്പിക്കാനാണ്. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ലപോലെ ഫീഡ്ബാക്ക് ഒക്കെ ചെയ്തു, ഡിസ്കഷനൊക്കെ പങ്കുചേർന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു.
താങ്ക് യു സോ മച്ച് സാബു സാർ, ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഒരുപാട് ഓക്കെ ഓക്കെ സ്നേഹവും നന്ദിയുമുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ലീവ് ചെയ്യട്ടെ. Good night. ഗുഡ് നൈറ്റ്. ലീവ് ചെയ്യട്ടെ. ഓക്കെ. സായിച്ചേട്ടനാണോ? എനിക്ക് ആരാന്ന് മനസ്സിലായില്ല, മുഖം കാണുന്നില്ല. ശരി ശരി. പേര് നിമ്മി സാജു എന്ന് എഴുതുകയും ചെയ്തപ്പോ എനിക്കൊരു സംശയം. കേൾക്കുന്നത് മൈക്ക് ഓഫാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുവരെ കുറച്ച് സമയം എനിക്ക് കയറാൻ പറ്റിയായിരുന്നു. അപ്പൊ ഞാൻ ഈ നമ്പൂതിരി സാറിന്റെ ക്ലാസ് കേൾക്കണോന്ന് ഓർത്ത്. അത് ഇന്നല്ലായിരുന്നു അല്ലേ? നാളെ ബുധനാഴ്ച. ബുധനാഴ്ച എന്തായാലും കേൾക്കണം. അപ്പൊ ഞാൻ അന്ന് കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞ കേട്ടു. ഞാൻ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതെ 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 അതെ, പ്രത്യേക രീതിയിൽ സാർ ക്ലാസ്. ഓക്കെ, വിശേഷമൊന്നുമില്ല, സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കണം. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. സാറ് വേഗം ഇറങ്ങിപ്പോയാ? ഫുൾ ടൈം ഉണ്ടായിരുന്നു. അവസാനം പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. അപ്പൊ വീഡിയോ ആയി വന്നപ്പോഴത്തേക്കും തീർന്നു പോയി. കുഴപ്പമില്ല, അയച്ചിട്ടുണ്ടല്ലോ. പാർത്ഥസാരഥി സാർ, ഹൗ ആർ യു? ഫൈൻ. Safe at home. വാട്ട് അബൌട്ട് സ്ക്രിപ്റ്റ് ഒക്കെ നോക്കിയോ? നോക്കി, റിവൈസ് ചെയ്ത്. ശേഷമൊന്നുമില്ല, സുഖമായിരിക്കുന്നോ? അവിടെ കോവിഡ് ഒക്കെ എങ്ങനെയുണ്ട്? കോവിഡ് ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് അങ്ങനെയല്ല, തിരുനെൽവേലിയിലെ കുറച്ച് ഉണ്ട് കോവിഡ്. സേഫ് അല്ലേ? ഇവിടെ ഇച്ചിരി പ്രശ്നമാണ്. ഇവിടെ 35 ഒക്കെയാണ്. 35,000. 3,000 5,000 ഒക്കെയാണ് പെർ ഡിസ്ട്രിക്ട്. ഇവിടെ തമിഴ്നാട്ടില് കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട് compared to the first wave. Second wave is somewhat uncontrollable. It's going. Same. അപ്പോൾ ഓക്കെ സാർ, താങ്ക് യു. Thank you, sir. Thanks. ഫ്രൈഡേ വെനസ്ഡേ ഫ്രീ ആണെങ്കിൽ വരും. Sure. ഓക്കെ ബൈ. ഓക്കെ സാർ, ചേട്ടാ. ഓക്കെ.